ഹല്ലേലൂയ. പലർക്കും ലഭിക്കാത്തതായ ഒരു വിശിഷ്ട ഭാഗ്യം ദൈവം നമ്മുടെ ജീവിതത്തെ തന്നതോർത്ത് കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ രാജ്യത്തിനായിട്ട് നിൽപ്പാൻ ദൈവം വിലയേറിയ ഒരു അവസരം തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ റമ ഷഹീഡ ലേ റീമ കസോറ മലട്രവന കറ്റാസിയ മേ സൂറ ഹൽബീന തസിയ റഹിലാമ ഷസീക അൽക്രോമ കറ്റാസി ഖബ ഖായ ആ ലഹി അറാഷസിയ മേ ഹൂലാറി ബഹതോഷസിയ. കൈകൾ ഉയർത്തി പറഞ്ഞേ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ മറ്റൊരു പുതിയ മാറ്റം ഉണ്ടാകാൻ പോകുന്നു. ഹല്ലേലൂയ. കൈകൾ ഉയർത്തി പറ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ വിലയേറിയ ഒരു മാറ്റത്തെ പരിശുദ്ധാത്മാവ് അയക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഇന്ന് എൻ്റെ ജീവിതത്തിൽ വരുന്ന മാറ്റം കണ്ട് ഈ ദേശം ആമേൻ അമ്പരപ്പോടെ നിൽക്കാൻ പോകുകയാണ്. കൈകൾ ഉയർത്തിയത് ആമീൻ പറഞ്ഞ് ലോഹോ റാമ ഷേകെ ടെലെ റിബാ സെറ്റയ റബഹ ഷസിയ. എൻ്റെ ജീവിതത്തിൽ പുതിയൊരു ഭാവി ദൈവം തരുന്നു. എൻ്റെ ജീവിതത്തിൽ പുതിയൊരു ചരിത്രത്തെ ദൈവം സൃഷ്ടിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതം അത്തരത്തിൽ മാറുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ ഇപ്പോൾ ആമീൻ പറഞ്ഞേ. കൈ ഉയർത്തി ആമീൻ പറഞ്ഞേ. നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടത് സൗഖ്യം, വിടുതൽ, രോഗശാന്തി ഇപ്പോൾ സ്വീകരിച്ചാട്ടെ. കൈകൾ ഉയർത്തി ആമീൻ പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. ഐ റിസീവ് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിന് വരേണ്ട മാറ്റത്തെ ഞാൻ ഇപ്പോൾ ഏറ്റെടുക്കുന്നു എന്ന് പറ. കൈ ഉയർത്തി പറ, ഞാനത് ഏറ്റെടുക്കുന്നു. ഓ റഹസിയ ഐ റിലീസ് ഇറ്റ്. ഹോറി അലാ ഷഹീദ റഹി ലമസഗതസിയ ലഹി റമശസതെ റബഹുശസിയ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതം പുതുതാകാൻ പോകുന്നു. ഹല്ലേലൂയ. സുമിയുടെ ജീവിതം പുതുതാകാൻ പോകുന്നു. വിശ്വസിക്കാമോ? ഹല്ലേലൂയ. അജിത് ആന്റിയുടെയും സ്റ്റീവിന്റെയും ജീവിതം പുതുതാകാൻ പോകുന്നു. ഹല്ലേലൂയ. സുമി വിശ്വസിക്കാമോ? സുമിയുടെ ജീവിതം പുതുതാകുമെന്ന്. ഹല്ലേലൂയ. അമ്മച്ചിക്ക് അത് വിശ്വസിക്കാമോ? വിശ്വസിക്കാം. എന്നാ പറഞ്ഞ് ഞാനത് സ്വീകരിക്കുന്നു, ഞാനത് സ്വീകരിക്കുന്നു, സ്വീകരിക്കുന്നു. ഓറ ഷഹീഡ ലേ റിമാ സാറ്റാറ. എടാ നീ അവിടെ നിന്നോ? ലോഹോ റാമ ഷേകെ ടെലെ റിബാ സാറ്റായാറ ലേ റിബാ സാറ്റാറ. പറഞ്ഞേ, ഇന്ന് എൻ്റെ ജീവിതം പുതുതാകുന്നു. റോബോ ലോക്രോ ഷസിയ റഹി ലമ സെറ്റയ റബ ഷസിയ. ഇപ്പോൾ തന്നെ എൻ്റെ ജീവിതം പുതുതാകട്ടെ. വിശ്വസിച്ച് ഏറ്റെടുക്കാൻ പറ്റുന്നവരുണ്ടോ? ഉണ്ടോ? വിശ്വസിക്കാൻ ഏറ്റെടുക്കാനും പറ്റുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇന്ന് യേശു എൻ്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? സുമിക്ക് വിശ്വസിക്കാമോ? എന്നാ നിന്റെ ജീവിതം ഇന്ന് പുതുതാകാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതം അത് പുതുതാകാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ റമ ഷഹീഡ റഹില മസേറി ഖാറ്റുസേല അർബേ നിഗസ്ബേരി ആന്റോസിയ അൽറേ ആറമസീനി ആന്റോ ഫ്രാന്റാ സെകെറ്റ ലിബ്രാറ്റസിയ റൂഹോ ലിമാസെ ക്രബാലി ആന്റസിയ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ ഭരിക്കുന്ന ദുരാത്മാവിന്റെ ശക്തികളെ ഞാൻ ശാസിക്കുകയാണ്. സേ ആമേൻ. ആമേൻ എന്ന് പറ. ആമേൻ എന്ന് പറ. ആമേൻ എന്ന് പറ. ഷഹീഡ ലേ റിബാ സെകെറ്റ ലേ റെബെനിയ തേരിയ സഫാറ. എൻ്റെ ജീവിതത്തെ ലിമിറ്റ് ചെയ്യുന്ന ശക്തികളെ ഞാൻ ഇന്ന് പൂട്ടുകയാണ്. Holy Spirit of God. Hallelujah. Oh Rama Shekete le Ribadhara Asbaria Galara Mahuda Asere Beluta Rehina Shehida Rela Makra Lato Zeberia Leri Masekralia Tose Luho Riba Liba Santa Altras Mehena Oh Shazera Manta. പറഞ്ഞേ, ഇന്ന് എനിക്കൊരു മാറ്റം ഉണ്ടാകണം. പറഞ്ഞ യേശു എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഒരു മാറ്റത്തെ അയക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ലോകം എന്നെ കുറിച്ച് വിധിച്ചതല്ല ഞാൻ.
Hallelujah. In the name of Jesus the Christ, I command every demonic powers to leave the people right now. എല്ലാ ഇരുളിന്റെ ശക്തികളും ഇപ്പോൾ ഈ ജനങ്ങളെ വിട്ട് മാറുവാൻ ഞാൻ കൽപ്പന കൊടുക്കുകയാണ്. In the name of Jesus. 3, 2, 1 എന്ന് പറയുമ്പോൾ ആ ഡിമോണിക് പവേഴ്സ് ഇപ്പോൾ ഈ ശരീരങ്ങളെ, മനസ്സുകളെ വിട്ട് മാറട്ടെ. 3, 2, 1 out. Say amen. Say amen. Hallelujah. Hallelujah. വിശ്വസിക്കുന്നുണ്ടോ? 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 നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പ്രവചിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ചരിത്രത്തെ ദൈവം തരാനായിട്ട് പോകുന്നു. ഹോ റബാ ഖലാസേ ഓ റമാ ഷേകേലേ. പുതിയൊരു ചരിത്രം വേണോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. പുതിയൊരു ചരിത്രമാക്കി ഞാൻ മാറാൻ പോകുന്നു. ഹോളി സ്പിരിറ്റ് ഓഫ് ഗാഡ് പറഞ്ഞ, ഞാൻ പുതിയൊരു ചരിത്രമായി മാറാൻ പോകുന്നു. ഹല്ലേലൂയ. എന്നെ കുറിച്ച് പിശാച് എഴുതിയ ചരിത്രങ്ങൾ ഇന്ന് അത് കരിയട്ടെ. ഓ റാലാമാ സേകേ ലൂഹോ റാമാ ധാര. കൈ ഉയർത്തി പറഞ്ഞ്, എന്നെ കുറിച്ച് പിശാച് എഴുതിയ ചരിത്രങ്ങൾ കരിയട്ടെ. ഫയർ 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 ഫയർ. സേ ആമേൻ. റിസീവ് ചെയ്തുകൊണ്ടിരിക്കുക. ഫയർ ഫയർ ഫയർ. എന്നെ കുറിച്ച് പിശാച് എഴുതിയ ചരിത്രങ്ങൾ അതിന് ഇന്നൊരു അന്ത്യം കുറിക്കാൻ പോകുകയാണ്. ഓ റാഹൽ ബാറാഷെഹീഡ. ശാപത്തിന്റെ ആ ചരിത്രം ഇന്ന് നിന്റെ ജീവിതത്തിൽ അന്ത്യം കുറിക്കാൻ പോകുകയാണ്. ഫയർ. Receive the fire. Receive the fire. Receive the fire. Receive the fire. Holy Spirit of God. Hallelujah. In the name of Jesus the Christ. Oh Ramala Sehida Rihaloshasia. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഫങ്ഷനിങ്ങുകളും ഇന്ന് നോർമൽ ആകാൻ പോകുകയാണ്. എല്ലാ അബ്നോർമാലിറ്റികളും അത് നോർമാലിറ്റികളായി വെളിപ്പെടാൻ പോകുകയാണ്. El Rafinash Mezira Robolo Shazira. ഈ അന്തരീക്ഷത്തിൽ ഇരിക്കുന്നവർ എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. എഴുന്നേറ്റ് നിന്ന് ആത്മ അന്തരീക്ഷത്തോട് പ്രതികരിച്ച്, ഇരുളിന്റെ രാജ്യം ഈ ദേശത്ത് തകരുന്നു. സേ ആമേൻ. ഇരുളിന്റെ രാജ്യം ഈ ദേശത്ത് അത് തകരുകയാണ്. ദൈവത്തിന്റെ രാജ്യം ഈ ദേശത്ത് വെളിപ്പെടുകയാണ്. In the name of Jesus the Christ, I unlock all the spiritual blessings. Oh Rama Shahida. Say amen. ഞാൻ ആ സ്പിരിച്വൽ ബ്ലെസ്സിങ്ങിനെ നിങ്ങളിലേക്ക് തുറക്കുമ്പോൾ say amen. ആമേൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? അതുപോലെ ആയിരിക്കട്ടെ. എന്താണ് അമ്മച്ചി? അതുപോലെ ആയിരിക്കണമെന്നാ. ഹല്ലേലൂയ. ആമേൻ എന്ന് പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദൈവദാസൻ എന്ത് പറഞ്ഞോ, ദൈവം എന്ത് പറയുന്നു, അതുപോലെ എന്റെ ജീവിതം ആയി തീരട്ടെ. സ്റ്റീവിന് അത് പറയാൻ കഴിയുമോ? സ്റ്റീവിന് അത് പറയാൻ കഴിയുമോ? എന്റെ ജീവിതം അതുപോലായി തീരട്ടെ. ഹോളി സ്പിരിറ്റ് യേശുവേ, 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 യേശുവേ. ഓ
ഓ യേശുവേ, യേശുവേ, എന്നേശുവേ, എന്നേശുവേ, യേശുവേ, എൻ്റെ യേശുവേ, യേശുവേ. ആ നാമത്തെ ഒന്ന് വിളിച്ചേ, യേശുവേ എന്ന് വിളിച്ചേ. യേശുവേ, 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 നീ വരണമേ, നീ വരണമേ എൻ ജീവിതേ, നീ വരണമേ യേശുവേ, യേശുവേ, നീ വരണമേ എൻ ജീവിതേ. പാട്ട് പാടിക്കേ. യേശുവേ, യേശുവേ, നീ വരണമേ എൻ്റെ ജീവിതേ. യേശുവേ, പാടിക്കേ. എൻ്റെ യേശുവേ, നീ വരണമേ ജീവിതേ. എല്ലാം പുതുതാക്കാൻ, പഴയതില്ലാതാക്കാൻ, ശാപം കരിക്കുവാൻ, രോഗം എരിച്ചിടുവാൻ, എല്ലാം പുതുതാക്കാൻ, പഴയത് ഇല്ലാതാക്കാൻ, ശാപമെരിക്കുവാൻ, രോഗം കരിച്ചിടുവാൻ. യേശുവേ, എൻ യേശുവേ, നീ വരണമേ ജീവിതേ. യേശുവേ, യേശുവേ, നീ വരണമേ എൻ ജീവിതേ. എല്ലാം പുതുതാക്കാൻ, പഴയത് ഇല്ലാതാക്കാൻ, നീ വരണമേ എൻ്റെ ജീവിതേ. യേശുവേ, യേശുവേ, അപ്പാ, യേശുവേ, യേശുവേ, എൻ്റെ യേശുവേ, നീ വരണമേ എൻ്റെ ജീവിതേ. പഴയത് ഇല്ലാതാക്കിടാൻ യേശുവേ, നീ വരാ. യേശുവേ, ഹോറമസേ, യേശുവേ, Holy Spirit of God, we worship you, we glorify you. യേശുവേ, 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 വിളിച്ച നാമം യേശുവേ, യേശുവേ. പഴയത് ഇല്ലാതാക്കാം, എന്നെ പുതുതായി മാറ്റിടാ, പുതു സൃഷ്ടി ആക്കിടാൻ നീ വരണമേ. ഓഹോ, പഴയത് ഇല്ലാതാക്കാം, എന്നെ പുതുതാക്കിടാ, പുതു സൃഷ്ടി ആക്കിടാ നീ വരണമേ യേശുവേ. ഓ, പഴയത് ഇല്ലാതാക്കാം, പുതു സൃഷ്ടി ആക്കിടാ, പുതു
പുതുതായി മെനഞ്ഞിടാൻ നീ വരണമേ യേശുവേ. എന്നെ മുറ്റും താഴ്ത്തുന്നേ കുശവന്റെ കയ്യിൽ എന്ന പോൽ എന്നെ മുറ്റും ഏൽപ്പിക്കുന്നേ. എന്നെ മുറ്റും താഴ്ത്തുന്നേ കുശവന്റെ കൈകളിൽ എന്ന പോൽ എന്നെ മുറ്റും ഏൽപ്പിക്കുന്നേ. നീ വരണമേ, നീ വരണമേ എൻ ജീവിതം വാഴുവാൻ. നീ വരണമേ, നീ വരണമേ എൻ ജീവിതം വാഴുവാൻ. യേശു വരണമേ, യേശു വരണമേ എൻ ജീവിതം വാഴുവാൻ. വരണമേ, നീ വരണമേ എന്നുമേ. നീ വരണമേ, നീ വരണമേ എൻ ജീവിതം വാഴുവാൻ. നീ വരണമേ, നീ വരണമേ എന്നെ പുതുതാക്കിടാൻ. നീ വരണമേ, നീ വരണമേ യേശുവേ പോലെ ആരുമില്ല. എന്റെ പ്രിയ യേശുവേ പോലെ ആരുമില്ല. എന്റെ പ്രിയനെ, എന്റെ പ്രിയനെ പോ ആരുമില്ല. യേശുവേ, യേശുവേ പോലെ ആരുമില്ല. എന്റെ പ്രിയനെ, എന്റെ പ്രിയനെ പോലാരുമില്ല. ഹോ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഹല്ലേലൂയാ. എന്റെ യേശുവിന് മഹത്വം. എന്റെ പ്രാണപ്രിയന് വന്ദനം. എന്റെ യേശുവിന്, എന്റെ യേശുവിന് മഹത്വം. എന്റെ പ്രാണപ്രിയന് വന്ദനം. എല്ലാ നാവും സർവലോകവും യേശുനാമം ഉയർത്തിയിടുന്നു. ബഹുമാനം, ബഹുമാനം, ഓ എല്ലാ പുകഴ്ചയും എന്റെ യേശുവിനു മാത്രം. ഓഹോ യേശുവേ പോലെ ആരുമില്ല. പ്രിയനേ, എന്റെ പ്രിയനെ പോൽ ആരുമില്ല. യേശുവേ, യേശുവേ ഓ എന്റെ പ്രിയനെ പോൽ ആരുമില്ല. ഓ സ്തുതി എത്ര ചൊന്നാലും മതിയാവില്ലേശുവേ. സ്വർഗാദി സ്വർഗം അങ്ങേ പോലാവില്ലേ. സ്തുതി എത്ര ചൊന്നാലും മതിയാവില്ലേശുവേ. സ്വർഗാദി ഓ അങ്ങേ പോലാവില്ലേ. സ്തുതി എത്ര ചൊന്നാലും മതിയാവില്ലേശുവേ. സ്വർഗാദി സ്വർഗവും അങ്ങേ പോലാവില്ലേ. സ്തുതി എത്ര ചൊന്നാലും മതിയാവില്ലേശുവേ. സ്വർഗാദി അങ്ങേ പോലാവില്ലേ. സ്തുതി എത്ര ചൊന്നാലും മതിയാവില്ലേശുവേ. സ്വർഗാദി സ്വർഗവും ഓ അങ്ങേ പോലാവില്ലേ. സ്തുതി എത്ര ചേർന്ന് ഓ മതിയാവിൽ
ഓ സ്വർഗാദി സ്വർഗവും ഓ അങ്ങേ പോലാവില്ലേ. സ്തുതി എത്ര ചൊന്നാലും ഓ മതിയാവിൽ യേശുവേ. സ്വർഗാദി സ്വർഗവും ഓ അങ്ങേ പോലാവില്ലേ. അങ്ങേ ഇനി ആരാധിക്കുന്നേ, അങ്ങേ സ്തുതിച്ചിടുന്നേ, അങ്ങേ ചേർന്ന് ഇനി ആരാധിക്കുന്നേ. ഹോ അങ്ങേ സ്തുതിച്ചിടുന്നേ, അങ്ങേ ഹോ ആരാധിക്കുന്നേ, അങ്ങേ സ്തുതിച്ചിടുന്നേ. എൻ്റെ ആദ്യ പ്രേമമേ, എത്ര വാത്സല്യമേ, ചെറു പുഷ്പമേകുവാൻ ചങ്കു തുറന്നവനേ. എൻ്റെ ആദ്യ പ്രേമമേ, എത്ര വാത്സല്യമേ, ചെറു പുഷ്പമേകുവാൻ ചങ്ക് തുറന്നവനേ. സ്തുതി എത്ര ചൊന്നാലും ഹോ മതിയാവിൽ ചേർന്ന്. സ്വർഗാദി സ്വർഗവും ഇനി അങ്ങേ പോൽ ആവില്ലേ. സ്തുതി ഓ മതിയാവിൽ. Come on സ്വർഗ, come on laugh in the spirit. ഓ സ്തുതി എത്ര ചൊന്നാലും ഓ മതിയാവിൽ യേശുവേ. സ്വർഗാദി സ്വർഗവും അങ്ങേ പോൽ ആവില്ലേ. സ്തുതി എത്ര ചൊന്നാലും മതിയാവിൽ യേശുവേ. സ്വർഗാദി സ്വർഗവും ഇനി അങ്ങേ പോൽ ആവില്ലേ. അങ്ങേ ആരാധിക്കുന്നേ, അങ്ങേ സ്തുതിച്ചിടുന്നേ, അങ്ങേ ആരാധിക്കുന്നേ, അങ്ങേ സ്തുതിച്ചിടുന്നേ. എൻ്റെ ആദ്യ പ്രേമമേ, എത്ര വാത്സല്യമേ, ചെറു ചങ്കു തുറന്നവനേ. എൻ്റെ ചേർന്ന് പാടിക്കാട്ടെ. ചങ്ക് തുറന്നവനേ. സ്തുതി എത്ര ചൊന്നാലും ഹോ മതിയാവിൽ യേശുവേ. സ്വർഗാദി സ്വർഗവും ഇനി അങ്ങേ പോൽ ആവില്ലേ. സ്തുതി എത്ര ചൊന്നാലും മതിയാവിൽ യേശുവേ. സ്വർഗാദി സ്വർഗവും അങ്ങേ പോലാവില്ലേ. സ്തുതി എത്ര ചൊന്നാലും മതിയാവിൽ യേശുവേ. സ്വർഗാദി സ്വർഗവും അങ്ങേ പോലാരില്ലേ. സ്തുതി എത്ര ചൊന്നാലും മതിയാവിൽ യേശുവേ. സ്വർഗാദി സ്വർഗവും ഇനി അങ്ങേ പോലാവില്ലേ. സ്തുതി എത്ര ഹോ സ്വർഗാദി ഓ അങ്ങേ പോലാവില്ലേ. അങ്ങേ ആരാധിക്കുന്നേ, അങ്ങേ സ്തുതിച്ചിടുന്നേ. ഹോ അങ്ങേ ചേർന്ന് പറഞ്ഞേ. ഓ ആരാധിക്കുന്നേ, അങ്ങേ ഇനി പ്രേമിച്ചിടുന്നേ. യേശുവേ എന്നേശുവേ എന്നപ്പായേ
സന്നിധിയേ യേശുവേ എന്നപ്പായേ ഞാൻ വരുന്നേ നിൻ സന്നിധേ നിൻ രാജ്യത്തിൽ വാഴാൻ പുത്രനായി തീരാൻ നിൻ രാജ്യത്തിൽ വാഴാൻ പുത്രനായി വാഴാൻ നൽകുന്നേ പൂർണ്ണമായി യേശുവേ എന്നെ ഞാൻ നൽകുന്നേ എന്നെ ഞാൻ ഓ ഹേ Appa, 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 Yeshu, appa, 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 Father, we worship you, Father, Abba, Abba, the realm of the Abba, 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 realm of the Abba, 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 realm of the Abba, Father. Let it open here, let it open here. Oh Abba, Rehina se frehelima se. Yes, Father, we come to your presence. We come to your presence. Oh Abba, Abba, hey, Abba, ennu വിളിക്കുവാൻ യോഗ്യനല്ല ഞാൻ ഒരിക്കലും പാപം എന്നിൽ പെരുകിയിരുന്നു അന്യനായി നിൻ രാജ്യേ നിന്ന് അപ്പാ അപ്പാ ചേർന്ന് എന്ന് വിളിക്കുവാൻ യോഗ്യനല്ലായിരുന്നു ഞാൻ ഒരിക്കലും എന്തുകൊണ്ട് പാപം ഹേ എന്നിൽ പെരുകിയായിരുന്നു അന്യനായി നിൻ രാജ്യേ നിന്ന് എന്നിട്ടും സ്നേഹിച്ചു നീ എന്നിട്ടും മാനിച്ചു നീ ഉമ്മതന്നണച്ചു നീ നന്മ ഓ ഉമ്മതന്നണച്ചു നീ ഓ നന്മകൾ വർഷിപ്പിച്ചു ഓ ഹല്ലേലൂയ 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 Hallelujah, Hallelujah, Hallelujah. Oh, വീണു ഞാൻ പല തവണയായി ഓടി ഞാൻ നിൻ ചാരേ നിന്ന് ഓടി തവണയാ നിൻചാരേ നിന്ന് എന്നിട്ടും മാനിച്ചു നീ എന്നിട്ടും മാനിച്ചു നീ ഉമ്മ തന്ന്
നീ നന്മകൾ വർഷിപ്പിച്ചു. എന്നിട്ടും സ്നേഹിച്ചു നീ, എന്നിട്ടും മാനിച്ചു നീ. ഉമ്മതന്നാണച്ചു നീ നന്മകൾ വർഷിപ്പിച്ചു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അബ്ബായെ പ്രണയിക്കാൻ എത്ര പേര് റെഡിയാണ്? ഡാഡിയെ പ്രണയിക്കാൻ റെഡി ആയിട്ടുള്ളവരുണ്ടോ? ഹല്ലേലൂയ. ഡാഡിയെ പ്രണയിക്കുന്നവർക്ക് വേണ്ടി ഡാഡി എല്ലാം അൺലോക്ക് ചെയ്യാൻ പോകുന്നു. കം ഓൺ, ഡാഡിക്ക് വേണ്ടി ഒന്ന് വിസിലടിക്കുവോ, കൂകുവോ, ഒന്ന് ചാടുവോ? Hallelujah. Are you excited for the realm of daddy, the Abba? Say Abba. Just say Abba. When you say Abba, it is opening. Abba will come now. Abba, Abba. Abba എന്ന് വിളിച്ചേ, അബ്ബാ അബ്ബാ, അങ്ങനെ വിളിച്ചേ അബ്ബാ. Hey Abba, it is the realm of the Abba. Do you know the realm of Abba? Abba എന്നുള്ള realm എത്ര പേർക്ക് പരിചയമുണ്ട്? Hallelujah. It is a realm. Hallelujah. ആ realmത്തിൽ നിങ്ങൾ പുത്രന്മാരാണ്, ഭക്തന്മാരല്ല. Amen. Come on. Can you worship with the Lord? In the realm of അബ്ബായിലേക്ക് ചില പുത്രന്മാരെ ദൈവം ക്ഷണിക്കുന്നു. Come to the realm of Abba Father. Hallelujah. That will change your life totally. അത് നിന്റെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റിമറിക്കാൻ പോകുകയാണ്. നിങ്ങൾ എത്ര പ്രാവശ്യം വീണാലും കുഴപ്പമില്ല. ഹല്ലേലൂയ. ഈ റലത്തിൽ അബ്ബ നിങ്ങളെ തിരിച്ചു പിടിക്കാൻ പോകുകയാണ്. ഈ റലത്തിൽ നിങ്ങൾ വീണാലും നിങ്ങളെ അബ്ബ മുടിയനായ പുത്രനാന്ന് പറഞ്ഞ് നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. നിങ്ങളെ തിരിച്ചെടുക്കാൻ പോകുകയാണ്. ഇന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു വരുന്ന ദിവസമാണ്. കൈ ഉയർത്തി പറഞ്ഞ് ഞാൻ തിരിച്ചു വരുന്ന ദിവസമാണ്. Into the Father's house. അബ്ബായുടെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു വരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അബ്ബായുടെ റലത്തിലേക്ക് ഞാൻ തിരിച്ചു വരുന്നു. നിങ്ങൾ അബ്ബായെ കാണുന്നത് ക്രൂരനായിട്ടാണ്, നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നവനായിട്ടാണ്. പക്ഷെ അബ്ബ അതല്ല. പറഞ്ഞ അബ്ബ അതല്ല, അബ്ബ അതല്ല. അത് പിശാച് അബ്ബായെ കുറിച്ച് പറഞ്ഞ രൂപമാണ് നിങ്ങളുടെ തലയിൽ ഇരിക്കുന്നത്. എന്താണ്? പിശാച് പറഞ്ഞ രൂപമാണ്. പിശാച് അബ്ബായെ കുറിച്ച് പറഞ്ഞ രൂപം നിങ്ങളുടെ തലയിൽ ഇരിക്കുകയാ. നല്ലൊരു ആമീൻ പറഞ്ഞേ. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ റമ ഷഹീദ. പിശാച് പറഞ്ഞ രൂപം അല്ല അബ്ബായുടേത്, അല്ലേ? അതെ. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പിശാച് പറഞ്ഞ രൂപം അല്ല അബ്ബായുടേത്. ഹല്ലേലൂയ. പിശാച് പറഞ്ഞ രൂപം നിങ്ങളുടെ തലയിൽ ഇരുന്ന എന്താ പ്രശ്നം എന്നറിയാവോ? നിങ്ങൾ അബ്ബ എന്ന റലത്തിലേക്ക് വരത്തില്ല. നിങ്ങൾ, ബൈബിൾ ഒരു വാക്യമുണ്ട്, പുത്രൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നു. നിങ്ങൾ വീട്ടിൽ വസിക്കത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ അബ്ബായുടെ റലത്തിൽ വസിക്കാതെ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കും. ഹല്ലേലൂയ. നിങ്ങൾ സ്വസ്ഥതയില്ലാതെ അലയുന്ന ഒരു വ്യക്തിയായി മാറും. ആമേൻ. നല്ലൊരു ആമീൻ പറഞ്ഞു. അവിടെ ഇരുന്നാട്ടെ. മൈ കോഫി ഇരുന്നാട്ടെ, ഒരു നിമിഷം ഇരുന്നാട്ടെ.
ഈ അബ്ബായെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇരിക്കും, അമ്മ അങ്ങോട്ട്. ഈ അബ്ബായെ നമ്മൾ എന്ത് ചെയ്യണം? ഈ അബ്ബായെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അബ്ബായെ മനസ്സിലാക്കിയില്ലെങ്കിൽ റബിയ ലഫേനിയാൻറ്റോസ്, നമ്മൾ അബ്ബായുടെ റലത്തിൽ എന്ത് ചെയ്യത്തില്ല? വസിക്കത്തില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ അബ്ബായുടെ റലത്തിൽ വസിക്കണം. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, എനിക്ക് പറയണമെന്നുണ്ട്, ചിരിക്കണമെന്നുണ്ട്. അബ്ബായുടെ റലത്തിലൊന്ന് ആനന്ദിക്കാമോ? ആനന്ദമാനന്ദമേ നൻപരിൻ തിരുപ്പാദത്തിൽ. വചനം വരിക, പക്ഷെങ്കിൽ പാട്ട് വരിക. നിങ്ങളൊന്ന് ആനന്ദിച്ചേ. ഷഹീദാ റബോസേ റമസേ ലറ. ഒന്നുകൂടെ ഒന്ന് എഴുന്നേറ്റ് നിന്നേ, ഒന്നുകൂടെ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഓ റമസേ ലിംബ്രാക്കോ ഷസിയാ. പുതുബലം കൊണ്ടാട്ടമേ ഓ നൻപരിൻ തിരുപാദത്തിൽ. പുതുബലം കൊണ്ടാട്ടമേ ബാബാ നൻപരിൻ തിരുപാദത്തിൽ. ആനന്ദമാനന്ദമേ നൻപരിൻ തിരുപാദത്തിൽ. ആനന്ദമാനന്ദമേ നൻപരിൻ തിരുപാദത്തിൽ. പുതുബലം കൊണ്ടാട്ടമേ നൻ തിരുപാദത്തിൽ. പുതുബലം കൊണ്ടാട്ടമേ യേശുവിൻ സന്നിധാനത്തിൽ. പുതുബലം കൊണ്ടാട്ടമേ യേശുവിൻ സന്നിധാനത്തിൽ. പുതുബലം കൊണ്ടാട്ടമേ യേശുവിൻ സന്നിധാനത്തിൽ. ആനന്ദമാനന്ദമേ നൻപരിൻ തിരുപാദത്തിൽ. ആനന്ദമാനന്ദമേ നൻപരിൻ തിരുപാദത്തിൽ. പുതുബലം യേശുവിൻ പുതുബലം യേശുവിൻ സന്നിധാനത്തിൽ. ആനന്ദമാനന്ദമേ നൻപരിൻ തിരുപാദത്തിൽ. ആനന്ദമാനന്ദമേ പുതുബലം കൊണ്ടാട്ടമേ നൻപരിൻ തിരുപാദത്തിൽ. പുതുബലം യേശുവിൻ സന്നിധാനത്തിൽ. ആനന്ദമാനന്ദമേ യേശുവേ 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 hallelujah ora mase taramanaze ribanama nama samanama dhirara seta ribala sata riba leshase anandam anandame നൻപരിൻ ആനന്ദം ആനന്ദമേ യേശുവിൻ സന്നിധാനത്തിൽ.
പുതുബലം കൊണ്ടാട്ടമേ യേശുവിൻ സന്നിധാനത്തിൽ. ഓ ഓ പുതുബലം കൊണ്ടാട്ടം. Come on dance. യേശുവിൻ ഓ ഓ ആനന്ദം ആനന്ദമേ നൻപരിൻ തിരുപാദത്തിൽ. ആനന്ദം ആനന്ദമേ യേശുവിൻ തിരുപാദത്തിൽ. അടി പുതുബലം കൊണ്ടാട്ടമേ യേശുവിൻ. ഓ പുതുബലം കൊണ്ടാട്ടമേ യേശുവിൻ സന്നിധാനത്തിൽ. ഓ ആനന്ദം ആനന്ദമേ നൻപരിൻ തിരുപാദത്തിൽ. ആനന്ദം ആനന്ദമേ യേശുവിൻ തിരുപാദത്തിൽ. ഓ ഹോ ഹോ ഏ ഹേ 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 Just worship Him. അവനിലാനന്ദിച്ചേ അവനിലാനന്ദിച്ചേ ആനന്ദനദിയായി ഒഴുകട്ടെ യേശുവേ. Come on. അവനിലാനന്ദിച്ചേ ആനന്ദിച്ചേ ആനന്ദിച്ചേ ആനന്ദിച്ചേ. Hallelujah, 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 amen. Hallelujah, 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 hallelujah. പുതുബലം കൊണ്ടാട്ടമേ യേശുവിൻ സന്നിധാനത്തിൽ. പുതുബലം കൊണ്ടാട്ടമേ യേശുവിൻ സന്നിധാനം. ഓഹോ ഹോ ആനന്ദം ആനന്ദമേ നൻപരിൻ തിരുപാദത്തിൽ. ആനന്ദം ആനന്ദമേ നൻപരിൻ തിരുപാദത്തിൽ. പുതുബലം കൊണ്ടാട്ടമേ യേശുവിൻ സന്നിധാനത്തിൽ. പുതുബലം കൊണ്ടാട്ടമേ യേശുവിൻ. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, എന്തോന്നറിയാമോ? വീഞ്ഞു കുടിച്ച് മത്തര് ആകരുത്. അടുത്ത എഴുതിയിരിക്കുന്നു ആത്മാവിൽ നിറഞ്ഞ് മത്തരാകുക. ഹല്ലേലൂയ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. തൊട്ടടുത്ത സെന്റൻസ് നിങ്ങൾ ആത്മാവിൽ നിറയണം. ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത വാക്യം എഴുതി പുതിയ പാട്ടുകൾ പാടണം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം. ഞാൻ ശരിക്കും റലത്തിൽ വർദ്ധിച്ചു വരുമ്പം എനിക്ക് ഒരു പഴയ പാട്ടും പാടാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ പുതിയ പാട്ടുകൾ പാടിക്കൊണ്ടേയിരിക്കും. ലൈവില് പുതിയ പാട്ടുകൾ വന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ റൂമിൽ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാം. ഇന്ന് നിങ്ങൾ ഒരു ചിരി ചിരിച്ചാൽ നിങ്ങളുടെ 1000 പ്രാർത്ഥനയേക്കാൾ വലുതാണത്. വെറ്റടിക്കുന്നുണ്ടോ? ഞങ്ങളൊക്കെ ചിരിച്ച് ജീവിക്കുന്നവരാ. ഹല്ലേലൂയ. നിങ്ങളുടെ ഒരു ചിരി പിശാചിനെ ഭയപ്പെടുത്താൻ പോകുകയാണ്. Because it is in the dimension of the spirit. Hallelujah. ഓ ആർക്കൊക്കെ ആത്മാവിൽ ചിരിക്കാൻ കഴിയുന്നു? നിങ്ങളുടെ മുഖം കണ്ടിട്ട് ഇതെന്തോ ഒരു ശവപ്പറമ്പാണോ എന്ന് തോന്നുന്നു. കാരണം നിങ്ങൾ അബ്ബായുടെ റലത്തിലേക്ക് എൻ്റർ ചെയ്യുന്നില്ല. നിങ്ങൾ ഒരു മതാചാരണത്തിന് ഇവിടെ വന്നുവോ? നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഇന്ന സെക്ഷനിലെ പാസ്റ്റർ മുന്നോട്ട് വന്ന്
പ്രവർത്തിക്കും. ഇത് കേൾക്കാനാണോ നിങ്ങൾ വന്നത്? എങ്കിൽ വണ്ടി വിട്ടോ. ആനന്ദമാനന്ദമേ നൻപരിൻ തിരുപാദത്തിൽ, ആനന്ദമാനന്ദമേ നൻപരിൻ തിരുപാദ പുതുബല പുതുബലം കൊണ്ടാട്ടമേ യേശുവിൻ സന്നിധാനത്തിൽ, പുതുബലം കൊണ്ടാട്ടമേ യേശുവിൻ സന്നിധാനത്തിൽ. ആനന്ദമാനന്ദമേ ആനന്ദിച്ചോ. കമോൺ സ്റ്റീവ് വാ, കമോൺ 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 വാ, ഓടി വാ. ആനന്ദമാനന്ദമേ ആനന്ദമാനന്ദമേ. അവിടെ ഡാൻസ് ചെയ്തോ. നൻപരിൽ തിരുപാദത്തിൽ. സൂമൗട്ടി പോയി സൂമൗട്ട് ചെയ്തിട്ട് വാ, ഓടിപ്പോ. ആനന്ദമാ സൂമൗട്ടി സൂമൗട്ടിയടാ. ആനന്ദമാനന്ദമേ നൻപരിൽ തിരുപാദത്തിൽ, ആനന്ദമാനന്ദമേ നൻപരിൽ തിരുപാദത്തിൽ, പുതുബലം കൊണ്ടാട്ടമേ യേശുവിൻ സന്നിധാനത്തിൽ, പുതുബലം കൊണ്ടാട്ടമേ. ആനന്ദമാന എന്തരിൻ തിരുപാദത്തിൽ, ആനന്ദമാനന്ദമേ നൻപരിൻ തിരുപാദത്തിൽ. പോലെന്നും നൃത്തം ഞാൻ ഹല്ലേലൂയാ മഹത്വം, കൈതാളത്താലെന്നും വർണ്ണിച്ചിടും ഹല്ലേലൂയാ മഹത്വം. ദാവീദേ ദാവീദേ പോലെന്നും ഹല്ലേലൂയാ, ഓ കൈതാളത്താലെന്നും വർണ്ണിച്ചിടും ഞാൻ ഹല്ലേലൂയാ. സ്വർഗീയ തീയാലെന്നെ മുറ്റും രാജാവിനെന്നും മഹത്വം. ഹേ 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 സ്വർഗീയ മുറ്റും നിറച്ചിടുന്ന രാജാവിൻ, സ്വർഗീയ ദിയാലെന്നെ സ്വർഗീയ മുറ്റും നിറച്ചിടുന്ന രാജാവിൻ, സ്വർഗീയ ദിയാലെന്നെ രാജാവിനെന്നും സ്വർഗീയ ദിയാലെ സ്വർഗീയ മുറ്റും നിറച്ചിടുന്ന രാജാവിൻ, സ്വർഗീയ ദിയാലിനെ രാജാവിനെന്നും അങ്ങന്റെ ഉപനിധി ഹല്ലേലൂയാ. ആത്മാവിൻ ആത്മാവിൻ രക്ഷകൻ ആനന്ദ ഹല്ലേലൂയാ. ഹോ അങ്ങന്റെ ഉപനിധി ഹല്ലേലൂയാ. ഓ ആത്മാവിൻ രക്ഷകൻ ഹല്ലേലൂയാ. സ്വർഗീയ 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 ദിയാലെന്നെ രാജാവിനെന്നും സ്വർഗീയ മുറ്റും നിറച്ചിടുന്ന രാജാവിൻ, സ്വർഗീയ ദിയാലെന്നെ രാജാവിനെന്നും മഹത്വോ. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. ഇത് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയാ. അവനിലുള്ള സന്തോഷം എൻ്റെ ബലം. ബ്രദറെ ഒരു ബലം കിട്ടുന്നില്ല ബ്രദറെ. എന്താണ് ബലം കിട്ടാത്തത്? കാരണം അവനിൽ ഉള്ള ആനന്ദമില്ല.
കർത്താവിലെ സന്തോഷം എൻ്റെ ബലം. നിങ്ങൾക്ക് ബലം വേണോ? കർത്താവിൽ സന്തോഷിക്കണം. ഹല്ലേലൂയ. ഒന്നിരുന്നോ? ചിലപ്പോ നമ്മൾ ഇനിയും വിളിക്കും. പെട്ടെന്ന് അവിടെ ഇരുന്നോ. നമുക്കങ്ങനെ ഇരിപ്പൊന്നുമില്ല. ഹല്ലേലൂയ. ആമേൻ. ഏത് സ്തുതിച്ചേ. ഏത് സ്തുതിച്ചേ. ഇപ്പൊ മനസ്സിലായ മതവും മഹത്വവും തമ്മിലുള്ള വ്യത്യാസം. മതവും ഇച്ചിരൂടെ സൂമിയാണേ. മതവും മഹത്വവും തമ്മിൽ അല്പം വ്യത്യാസമുണ്ട്. നിങ്ങൾ മതത്തിലാണെങ്കിൽ നിങ്ങൾ മരിക്കും, നിങ്ങൾ മഹത്വത്തിലാണെങ്കിൽ നിങ്ങൾ ജീവിക്കും. നിങ്ങൾ എവിടുന്ന് ശക്തി ഊറ്റി ജീവിക്കും എന്നറിയാമോ? നിങ്ങൾ ദൈവത്തിൽ നിന്ന് ശക്തി ഊറ്റി ജീവിക്കും. എവിടെ നിന്ന് ശക്തി ഊറ്റി ജീവിക്കും? ദൈവത്തിൽ നിന്ന് ശക്തി ഊറ്റി ജീവിക്കാൻ പറ്റും. ഹല്ലേലൂയ. പെട്രോൾ ഊറ്റുക എന്ന് കേട്ടിട്ടുണ്ടല്ലേ? വേറൊരാളുടെ പെട്രോൾ ടാങ്കിൽ ഇട്ടിട്ട് ഇങ്ങനെ ഊതിയാൽ പെട്രോൾ വരും. ഹല്ലേലൂയ. അതിനെയാണ് പെട്രോൾ ഊറ്റുക എന്ന് പറയും. പെട്രോൾ ഊറ്റുക എന്ന് പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മൾ ദൈവത്തിൽ നിന്ന് ശക്തി ഊറ്റാൻ പറ്റും. ദൈവം ഇപ്പോൾ അവിടെ ഉണ്ട്, നിങ്ങളിലുണ്ട്, നിങ്ങളുടെ ആത്മമനുഷ്യനിലുണ്ട്. ആത്മമനുഷ്യനിൽ നിന്നും ശക്തി ഊറ്റാൻ നിനക്ക് സാധിക്കണം. ആമീൻ പറ. ആത്മമനുഷ്യനിൽ നിന്നും ശക്തി ഊറ്റുവാൻ കഴിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര ഇരുള് നിങ്ങൾക്കെതിരെ വന്നാലും ഞാനൊരു കാര്യം പറയാം, ആത്മാവിലെ സന്തോഷം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ ബലം തകരത്തില്ല. നിങ്ങൾക്ക് വന്ന എല്ലാ പ്രതിസന്ധികളും എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? ആത്മാവിലുള്ള സന്തോഷത്തിലേക്ക് നിങ്ങൾ കയറി വരാനാണ്. എന്തിനാണ്? ആത്മാവിലുള്ള സന്തോഷം എന്ന റലത്തിലേക്ക് കയറി വരുവാൻ. ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾക്ക് വന്ന എല്ലാ പ്രതിസന്ധിയിലൂടെയും ദൈവം ആഗ്രഹിച്ചത്, പിശാച് ആഗ്രഹിച്ചത് നിങ്ങൾ തകരാനാണ്. ദൈവം ആഗ്രഹിച്ചത് നിങ്ങൾ ആത്മാവിലെ സന്തോഷത്തിലേക്ക്, ആത്മാവിലെ ആനന്ദത്തിലേക്ക്, ആത്മാവിന്റെ നദിയിലേക്ക് നിങ്ങൾ ചാടാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് അധികം പ്രതിസന്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അധികം ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയാൽ മതി. എന്താണ് ചെയ്യേണ്ടത്? അധികം പ്രതിസന്ധി ഉള്ളവർ എന്ത് ചെയ്യണം? അധികം ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് കുതിക്കണം. നല്ലൊരു ആമീൻ പറഞ്ഞേ. സൊല്യൂഷൻ എന്താണ്? അധികം പ്രശ്നം ഉണ്ടെങ്കിൽ അധികം ആത്മാവിന്റെ ആഴം. എല്ലാ പ്രശ്നവും തലേ കൈവച്ചാൽ മാറുവോ? ഇല്ല. ചില പ്രശ്നങ്ങൾ മാറണമെങ്കിൽ നിങ്ങൾ അടുത്ത ആത്മാവിന്റെ ആഴത്തിലേക്ക് കുതിക്കണമെന്ന് ദൈവം ഓർപ്പിക്കുന്നു. പക്ഷെ നിങ്ങളെ തടയുന്ന ചിലതുണ്ട്. അമ്മേ, അമ്മേ, നിങ്ങളെ തടയുന്ന ചിലത്. ഗിദെയോന്റെ അടുക്കൽ ദൈവം വന്നു, നീ പരാക്രമശാലി, നീ അടുത്ത റലത്തിലേക്ക് കയറടാന്ന് പറഞ്ഞപ്പോ, കർത്താവേ ഞാനൊന്നുമല്ല, എന്റെ കുലത്തിലെ ഏറ്റവും ചെറുതാണ് ഞാൻ, എനിക്ക് കഴിവില്ല. ഹല്ലേലൂയ. നിങ്ങൾ അടിച്ച ആത്മതലത്തിലേക്ക് പോകാതെ പലതിനും പരിഹാരമില്ല. ഹല്ലേലൂയ. നല്ലൊരു ആമീൻ പറഞ്ഞേ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്ന ഒരു ആമീൻ പറഞ്ഞേ.
അജിതന്റെ അടുത്ത ആത്മതലത്തിലേക്ക് കുതിക്കാൻ സമയമായി. അടുത്ത ആത്മാവിന്റെ ആഴം, അടുത്ത നദിയുടെ ആഴം നിനക്കായി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ പറയത്തില്ല ഇന്നാരും അവിടെ എനിക്കായിട്ട് കാത്തിരിക്കുന്നു. നിനക്കായിട്ട് ആരാ കാത്തിരിക്കുന്നതെന്നറിയാമോ? അടുത്ത സ്പിരിച്വൽ ഡെപ്ത്. നീ ഒരു ആത്മമനുഷ്യനായി തീർന്ന ആ മിനിറ്റ് മുതൽ, നീ ഒരു ആത്മമനുഷ്യനായി തീർന്ന ആ നിമിഷം മുതൽ നിനക്ക് വേണ്ടി അടുത്ത സ്പിരിച്വൽ ഡെപ്തുകൾ ദൈവം കരുതി വെച്ചിരിക്കും. ഹല്ലേലൂയ. തീവേ അമേൻ പറ. നീ ഒരു ആത്മമനുഷ്യനായി ജനിച്ചപ്പോൾ മുതൽ നീ അടുത്തതിന്റെ അവകാശിയാകണം, അടുത്തതിന്റെ അവകാശിയാകണം. ഞാൻ ഒരുക്കിയതിന്റെ അടുത്തതിന്റെ അവകാശിയാകണം എന്ന് ദൈവത്തിന് നിന്നെ കുറിച്ച് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. മനസ്സിലാക്കുന്നവർ ആമീൻ പറഞ്ഞു. മനസ്സിലാക്കുന്നവർ ആമീൻ പറ. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോ ആ അമ്മ ആഗ്രഹിക്കുന്ന ഇവൻ എന്നായിരിക്കും അടുത്ത LKG കയറുന്നത്, ഇവൻ എന്നായിരിക്കും ഇവന്റെ അവകാശമാകുന്ന നടക്കുക, ഇവൻ എന്നായിരിക്കും എൻ്റെ വാഹനം ഓടിക്കുക, ഇവൻ എന്നായിരിക്കും അടുത്ത കാര്യങ്ങൾ ചെയ്യുക, ഇവൻ എന്നായിരിക്കും എന്നെ നോക്കുക. ഇങ്ങനെ അപ്ഡേറ്റുകൾ ഭൗമതലത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ എത്രയും അധികം നിങ്ങളുടെ ആത്മീക പിതാവായ ദൈവം നിങ്ങളെക്കുറിച്ച് അടുത്ത ആത്മീക ആഴത്തിലേക്ക് നിങ്ങൾ ചാടണമെന്നും അവിടുള്ള നിധികളെ അവകാശമാക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. ആമേൻ. യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെ വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. നിങ്ങളുടെ അവകാശം എവിടെ കിടക്കുന്നത്? വെളിച്ചത്തിന്റെ രാജ്യത്തിൽ. കൈയുയർത്തി പറ, എന്റെ അവകാശം വെളിച്ചത്തിന്റെ രാജ്യത്തിൽ കിടപ്പുണ്ട്. വെളിച്ചത്തിന്റെ രാജ്യത്തിൽ അടുത്ത എന്റെ അവകാശം കിടക്കുന്നു. ഈ വെളിച്ചത്തിന്റെ രാജ്യം അദൃശ്യമാണ്, പക്ഷെ അത് കാണാൻ നിന്റെ അകത്ത് ദൈവം വിശ്വാസം തന്നു. ഹല്ലേലൂയ. നല്ലൊരു ആമീൻ പറഞ്ഞ അമ്മ. ഹല്ലേലൂയ. വെളിച്ചത്തിന്റെ രാജ്യത്തിലെ അടുത്ത അവകാശത്തിലേക്ക് കുതിക്കാനുള്ള ശക്തി നിന്റെ അകത്തുണ്ട്. വിശ്വാസം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്ത് ദാഹമുണ്ടെങ്കിൽ അടുത്തത് വരും. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ, ഈ ജീവജല നദിയുടെ ആഴങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പാനം ചെയ്യാം, കുടിക്കാം. ഹല്ലേലൂയ. 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 ഇരുളിന്റെ രാജ്യം നിങ്ങളുടെ ജീവിതത്തിൽ വെച്ച എല്ലാ കെട്ടുകളും അവസാനിച്ചിരിക്കുന്നു. ഇനി അടുത്ത എന്താ ചെയ്യണ്ടേ? വെളിച്ചത്തിന്റെ രാജ്യത്തിൽ പിതാവ് വെച്ച അവകാശങ്ങളെ പ്രാപിക്കുക. ഇത് നിങ്ങളുടെ കൊതിയായി മാറിയാൽ, ദാഹമായി മാറിയാൽ, വിശപ്പായി മാറിയാൽ നീ ഒരു ആത്മീയനായി. ഒരു മനുഷ്യന് ജീവൻ ഉണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് അവന് വിശപ്പുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഹല്ലേലൂയ. നിന്റെ ആത്മീക വിശപ്പ് കെട്ടുപോകാൻ പിശാച് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ നിന്റെ ആത്മീക വിശപ്പിനെ നീ കെടാതെ നോക്കണം. ഹല്ലേലൂയ. നിന്റെ ആത്മീക വിശപ്പിനെ നീ കെടാതെ നോക്കണം. പിശാചിന്റെ തന്ത്രം എന്തുവാ? എങ്ങനെയെങ്കിലും ഇവളുടെ ആത്മീക ദാഹവും വാഞ്ചയും കെടുത്തി കളയുക. ഇതാണ് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം. അതിനുവേണ്ടി 2-3 ആയുധങ്ങൾ അവൻ കരുതി വെച്ചിട്ടുണ്ട്. എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് നിങ്ങൾ ആത്മീക വിശപ്പും ദാഹവും നിങ്ങൾ പ്രദർശിപ്പിച്ചാൽ ദൈവം നിങ്ങളുടെ ലൈഫിൽ വെച്ചതിനെ ദൈവത്തിന് അൺലോക്ക് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ.
നിങ്ങളുടെ ആത്മീക വിശപ്പിനെ കെടുത്തിക്കളഞ്ഞ ഇരുട്ടിന്റെ ശക്തികൾ ഇന്ന് ശാസിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ആത്മാവിലുള്ള മടുപ്പ്, നിരാശ, 1-2 അറ്റാക്കുകൾ ഇട്ടിട്ടാണ് പിശാച് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അഴിച്ചു വിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1-2 മേഖലയ്ക്ക് ദൈവം മറുപടി തന്നില്ലല്ലോ, ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ ആത്മീക വിശപ്പിനെ എല്ലാം കെടുത്തി കളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഒരു മടുപ്പിലേക്ക് നമ്മൾ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ മടുപ്പിന്റെ സീസണെ നീ ഓവർടേക്ക് ചെയ്യണം ആത്മാവിൽ. നല്ലൊരു ആമീൻ പറ. ആത്മീക മടുപ്പിനെ എന്ത് ചെയ്യണം? നമ്മള് ഓവർടേക്ക് ചെയ്യണം. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ഒരു ആമീൻ പറഞ്ഞ്, വിശ്വസിക്കുന്ന ഒരു ആമീൻ പറഞ്ഞ്. ഹല്ലേലൂയ. എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? ബൈ ഫെയ്ത്ത്. വിശ്വാസം പറഞ്ഞുകൊണ്ടേയിരിക്കണം. ദൈവം നിങ്ങളോട് പറഞ്ഞത് സംഭവിക്കും. ഹല്ലേലൂയ. അതിൽ ക്ഷീണിച്ച് മടുക്കരുത്. അബ്രഹാമിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു, അവൻ കേട്ട വാഗ്ദത്തത്തിൽ ക്ഷീണിച്ച് മടുക്കാതെ വിശ്വാസത്തിൽ. അതൊന്ന് വായിക്കാമോ? റോമാലേഖനം 4. ജന, if you have the Bible, please take. റോമാലേഖനം 4-ാമത്തെ അധ്യായം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ റമ ഷഹീദ. ഒരു മിനിറ്റ്. ലെഹി റമ സെഫ്രഹേൽ ബിയാൻറ്റോസ് മെസി ഫ്രഹറ്റസ് ലഹിയ റഫേനിയാൻറ്റസ്. റോമാലേഖനം നിക്ക് 4-ാം അധ്യായം 19 തൊട്ട് വായിച്ചേ. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്താൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. നല്ലൊരു ആമീൻ പറഞ്ഞേ. അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തോണ്ടിരുന്നു. Hallelujah. Yet he did not waver through unbelief regarding the promise of God, but was strengthened in his faith and gave glory to God. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. നല്ലൊരു ആമീൻ പറഞ്ഞേ. നിങ്ങളുടെ പ്രതിസന്ധിയുടെ വേളയിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരെണ്ണത്തിന് മറുപടി കിട്ടുന്നില്ല, പിശാച് ആ മേഖലയിൽ നിങ്ങളായിട്ട് പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എടാ എല്ലാം കഴിഞ്ഞു, ഇനി ദൈവം മറുപടി തരത്തില്ല എന്ന് പറയുന്ന മേഖലയിൽ നിങ്ങൾ പിശാചിന്റെ കൂടെ ചേർന്ന് അവിശ്വാസം സംസാരിച്ചാൽ അത് കെട്ടുപോകും. ദൈവത്തോടൊപ്പം ചേർന്ന് സ്തുതിച്ചു കൊണ്ടിരുന്നാൽ അത് വെളിപ്പെടും. മനസ്സിലാവുന്ന ആമീൻ പറ. നമ്മളെന്തോ ചെയ്യുന്നതെന്നറിയോ? നമ്മൾ ദൈവത്തിന്റെ സൈഡല്ല, മിക്കവാറും പിശാചിന്റെ സൈഡാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ ആ വാക്യം ഒന്ന് വായിക്കാമോ? 19-ാമത്തെ വാക്യം, 4:19. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും. ഇപ്പൊ 2 ഫാക്റ്റുകൾ വെച്ചിട്ടാണ്, ആ ഫാക്റ്റും പിശാചും കൂടെ ചേർന്നിട്ടാണ് ദൈവത്തിന്റെ വാഗ്ദത്തത്തിനെതിരെ പോരാടുന്നത്. പിശാച് 2 കൊമ്പ് വെച്ച് നിങ്ങളുടെ മുമ്പിൽ വന്നാൽ നിങ്ങൾ അതിനെ എതിർക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ പിശാച് 2 കൊമ്പ് വെച്ചിട്ടല്ല, ഡോക്ടറിന്റെ റിപ്പോർട്ടൂടെ കാണിക്കുന്നുണ്ട് നിർജീവമായി. സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും അബ്രഹാമിന്റെ സാറയുടെ അബ്രഹാമിന്റെ അല്ല ശരീരം ഞാൻ ഒന്നുകൂടെ വായിക്കും. അവൻ ഏകദേശം 100 വയസ്സുള്ളവനായി. അപ്പൊ ഒന്നാമത്തെ ഫാക്ട് നോക്കടാ, 100 വയസ്സായി. പിശാച് എപ്പോഴും എന്തോ പറയുന്നേ? ഫാക്ട്, ട്രൂത്ത് അല്ല പറയുന്നത്. പിശാച് എന്തോ പറയുന്നേ? ഒന്നാമത്തെ ഫാക്ട് ഞാൻ പറയാം. അതായത് അവൻ പറയുന്നത് നിങ്ങളുടെ
പ്രാകൃത മനുഷ്യനിൽ ഒതുങ്ങി നിൽക്കുന്ന ദൈവത്തെ ഒഴിച്ചു നിർത്തിയ നിങ്ങൾ ആരാണോ അത് അവൻ ഹൈലൈറ്റ് ചെയ്യും. നിങ്ങളുടെ അകത്ത് ആത്മാവിനെ പിരിഞ്ഞൊരു നിങ്ങളുണ്ട്, അവന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ പേരാണ് ഫാക്ട്. എന്താണ് ഫാക്ട്? എന്താണ്? നമ്മൾ പറയത്തില്ല യാഥാർത്ഥ്യത്തിൽ ജീവിക്കണമെന്ന്. ഞാൻ നിങ്ങളോട് പറയുന്നു, യാഥാർത്ഥ്യത്തിൽ ജീവിക്കരുത്. ഹല്ലേലൂയ. എന്താണ് യാഥാർത്ഥ്യം? എന്താണ് ഫാക്റ്റ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്? നിങ്ങൾ ആത്മാവിനെ പിരിഞ്ഞാൽ, ദൈവത്തെ പിരിഞ്ഞ് ഒരു നിങ്ങളുണ്ടെങ്കിൽ അവന്റെ ചരിത്രമാണ് ഈ പിശാച് നിങ്ങളോട് പറയുന്നത്. നോക്കടാ, 100 വയസ്സായി കഴിഞ്ഞു. ശരിയാണ്, പിശാച് പറയുന്ന ഒരു കണക്ക് ശരിയാണ്. ആത്മാവിനെയും ദൈവത്തിന്റെ വാഗ്ദത്തത്തെയും പിരിഞ്ഞ അബ്രഹാമിന്റെ ചരിത്രമാണ് ഈ പറയുന്നത്. നമ്മള് ഇത് മുഴുവൻ പിശാച് ഒരു കെട്ടുകഥ ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ നമ്മള് അവനെ പൂർണ്ണമായിട്ട് അങ്ങ് എതിർക്കും. മൈക്ക് ഓഫ് ചെയ്ത് പിടിക്കും. പൂർണ്ണമായിട്ട് കെട്ടുകഥയല്ല ഇവൻ പറയുന്നേ. പിശാച് എന്തോ പറയുന്നേ? പൂർണ്ണമായിട്ട് കെട്ടുകഥ ഉണ്ടാക്കിക്കൊണ്ട് വരത്തില്ല. ഹല്ലേലൂയ. പൂർണ്ണമായിട്ട് ഇപ്പൊ ജോയനയോട് ഞാൻ പറയാം, ജോയനെ പൂച്ചയാന്ന് പറഞ്ഞാൽ ജോയനെ വിശ്വസിക്കത്തില്ല. പക്ഷെ ജോയനെ നിനക്ക് സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞാൽ അവൻ വിശ്വസിക്കും. അപ്പൊ ഏകദേശം മനസ്സിലായോ ഞാൻ പറയുന്നേ? ഹല്ലേലൂയ. പൂർണ്ണമായിട്ടൊരു കെട്ടുകഥ പിശാച് ഉണ്ടാക്കത്തില്ല. കൈയ്യർത്തി പറഞ്ഞ പൂർണ്ണമായിട്ടൊരു കെട്ടുകഥ പിശാച് ഉണ്ടാക്കത്തില്ല. പിശാച് ഉണ്ടാക്കുന്നത് നിന്റെ പ്രാകൃത മനുഷ്യൻ, നാച്ചുറൽ മനുഷ്യൻ, നിന്റെ കഥയാണ് അവൻ പറയുന്നത്. ആത്മാവിനെ പിരിഞ്ഞ നിന്റെ കഥ, ആത്മാവിനെ പിരിഞ്ഞ സ്റ്റീവിന്റെ കഥ സ്റ്റീവിനോട് പറഞ്ഞുകൊണ്ടിരിക്കും. എടാ നീ തലതെറിച്ചവനാ. എന്തോ പറയുന്നേ? നീ തലതെറിച്ചവൻ. ഇത് ഉറപ്പിക്കാൻ ചിലപ്പോ ടീച്ചറിലൂടെ അത് കേൾക്കും, ചിലപ്പോ അമ്മ പോലും അത് പറഞ്ഞു കാണാം അറിയാതെ. ഇടയ്ക്ക് ഒരു കുരുത്തക്കേട് കാണിച്ചപ്പം അമ്മ പോലും എടാ തലതെറിച്ചവനെ എന്ന് വിളിച്ചു കാണും. ഇത് രാത്രിയിൽ പിശാച് നിന്നോട് വന്ന് ഉറപ്പിക്കും, നീ തലതെറിച്ചവനാണ്. അത് നീ വിശ്വസിക്കുമ്പോൾ നീ അതായി മാറും. കാരണം പ്രാകൃതമായി നിന്നിൽ കണ്ടതാണ് അവൻ നിന്നോട് ഇടപെടുന്നത്. നിന്നിൽ ആത്മാവ് വന്നാൽ നീ ആര് എന്നല്ല, അതൊരിക്കലും പിശാച് പറയത്തില്ല. ആത്മാവിനെ വിട്ടുപിരിഞ്ഞ് ദൈവത്തെ വിട്ടുപിരിഞ്ഞ നീ ആര്? അതുകൊണ്ടാണ് പിശാച് ഇത് ഇടപെടുമ്പോൾ നമുക്കിത് സത്യമായി തോന്നുന്നത്. പിശാച് മുഴുവൻ ഒരു കെട്ടുകഥയുമായി വന്നാൽ നമ്മൾ അവനെ എതിർക്കും. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. പിശാച് മുഴുവൻ ഒരു കെട്ടുകഥയുമായി വന്നാൽ നമ്മൾ അവനെ എതിർക്കും. മുഴുവൻ കെട്ടുകഥയല്ല അവൻ കൊണ്ടുവരുന്നത്. ആത്മാവിനെ പിരിഞ്ഞ, ദൈവത്തെ പിരിഞ്ഞ അബ്രഹാമിന്റെ ചരിത്രം കൊണ്ടാണ് അവൻ വരുന്നത്. അത് ആവർത്തിക്കും. 100 വയസ്സായി. അടുത്തത് അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും. അപ്പൊ അടുത്തത് ശരീരം നിർജീവമായിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? എന്തോ ആന്റി? ശരീരം നിർജീവമായി. അടുത്തത് സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും. സാറയുടെയും ഗർഭപാത്രം നിർജീവമായി. മതി. 3 ഫാക്റ്റും ഡോക്ടറിന്റെ റിപ്പോർട്ടും പിശാച് ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ്. ഇതെല്ലാം ആരുടെ ചരിത്രമാണ്? നിന്റെ ചരിത്രമാണ്. പക്ഷെ നിന്റെ പഴയ മനുഷ്യന്റെ ചരിത്രമാണ്. എല്ലാരും പറഞ്ഞു ഇപ്പോ ഞാൻ പ്രതിസന്ധി എന്ന് തോന്നുന്ന എൻ്റെ ചരിത്രങ്ങൾ ആത്മാവിനെ വിട്ടുപിരിഞ്ഞ എൻ്റെ പഴയ മനുഷ്യന്റെ ചരിത്രമാണ്. എന്നാൽ ഞാൻ ഇപ്പോൾ പ്രാകൃത മനുഷ്യനല്ല, ഞാൻ ക്രിസ്തുവിലായപ്പോൾ ഞാൻ പുതുമനുഷ്യനായി. അപ്പൊ 100 വയസ്സിന്റെ ചരിത്രവും ശരീരം നിർജീവമായതിന്റെ ചരിത്രവും ഗർഭപാത്രം നിർജീവമായതിന്റെ ചരിത്രവും അവസാനിച്ചിരിക്കുന്നു. എവിടെ? ക്രിസ്തുവിൽ. നീ നിന്നെ ക്രിസ്തുവിൽ കണ്ടു തുടങ്ങിയോ?
അതോ നിന്റെ പഴയ ബാലരാമപുരത്തിൽ ഇന്നയിടത്ത് ഇന്ന അഡ്രസ്സിൽ ഇന്നാരുടെ മകൾ ഇന്നാരുടെ ഒരിടത്ത് യേശു ചോദിക്കുന്നു, ആരാവുന്നു എൻ്റെ സഹോദരന്മാർ? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യും. കേട്ടോ, യേശുവിൻ്റെ ചരിത്രം യേശു തിരുത്തി പറയുക. ഞാനും എൻ്റെ പിതാവും. ഒരിക്കൽ പോലും യോസഫിന്റെ ചരിത്രം യേശു വിളമ്പിയില്ല. ഒരിക്കൽ പറഞ്ഞു, ഇവിടെ അമ്മയും സഹോദരന്മാരും വെളിയിൽ വന്നിരിക്കുന്നു നിന്നെ കാണാൻ. ആരാകുന്നു എൻ്റെ അമ്മയും സഹോദരന്മാരും? ഈ വീടിന്റെ പേര് പറ, വീട്ടുപേര്. ഫോർട്ടിസ് ഭവനുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തെ ഇന്ന് അറുക്കണം. അതിന്റെ മുകളിൽ ഒരു പിശാചം. നിങ്ങൾ അതിൽ കയറി കണക്ട് ആയി കിടക്കുക. എൻ്റെ വീടിന്റെ പേരെന്തോ? വീട്ടുപേരെന്തോ? പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഞങ്ങൾക്കൊക്കെ നല്ല പേരുകളുണ്ട്. നടുക്കേ മുറിയിൽ, എടക്കോണത്ത് ഫാമിലി, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ. അങ്ങനെ പത്തനംതിട്ടയിലോട്ടൊക്കെ ഉള്ളവർക്ക് വലിയ കുടുംബ പേരാണ്. കൊറ്റിയിൽ, കണ്ണാടിക്കൽ എന്നൊക്കെ പറഞ്ഞു വലിയ ഇതൊക്കെയാണ്. അതുമായിട്ടുള്ള എല്ലാ ബന്ധവും നീ അവസാനിപ്പിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അതിന്റെ ചരിത്രം നിന്റെ ചരിത്രമായി വരും. കയ്യോർത്തി എന്ന് പറഞ്ഞേ. ഫോർട്ടിസ് ഫാമിലിയുമായിട്ടുള്ള നിങ്ങളുടെ വീട്ടുപേര് പറഞ്ഞാൽ മതി. സ്വന്തം സ്റ്റീവ് കയ്യോർത്തി പറ. ഫോർട്ടിസ് ഫാമിലിയുമായിട്ടുള്ള, അല്ലേ ഞാൻ പറഞ്ഞത് ശരിയാണോ? എല്ലാ ബന്ധങ്ങളും ഞാൻ അറുക്കും. ഹല്ലേലൂയ. മനസ്സിലാവുന്നവരാമീൻ പറ. മനസ്സിലാവുന്നവരാമീൻ പറ. ബന്ധം അറുക്കുന്ന പറഞ്ഞാൽ അവരെ സ്നേഹിക്കുന്നില്ലെന്നല്ല, ഞാൻ അതിൽ ഒതുങ്ങുന്നില്ല. എന്റെ അമ്മയും അപ്പനും സഹോദരന്മാരും എന്റെ പിതാവിന്റെ. അപ്പൊ എല്ലാം മുകളിലേക്ക് കണക്ട്. അതുകൊണ്ട് യേശു ഇടയ്ക്ക് പറഞ്ഞത്, ഞാൻ ഉയരത്തിൽ നിന്നുള്ളവൻ. പറഞ്ഞ എന്റെ അഡ്രസ് ഉയരത്തിലാണ്. ഉറക്കപ്പറ. നിങ്ങളുടെ അഡ്രസ്സിന്റെ കോൺസെപ്റ്റ് ഇവിടെ ആണെങ്കിൽ നിങ്ങൾ കുടുങ്ങിപ്പോവും. നിങ്ങൾ ലിമിറ്റഡ് ആയി പോകും. നിങ്ങൾ എത്ര കൈയടിച്ചാലും പാടിയാലും നിങ്ങളുടെ തലയ്ക്കകത്ത് നിങ്ങൾ ഫോർട്ടിസ് ഫാമിലി, നടുക്കേമുറി ഫാമിലിയുടെ ആളാന്നേല് നിങ്ങളിൽ ആ തോട്ടാണ് ഭരിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ആത്മമനുഷ്യൻ പുതുതാണെങ്കിൽ പോലും അത് വെളിപ്പെടില്ല. കാരണം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നില്ല. ഈ ലോകത്തിന് അനുരൂപരാകരുത്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. മനസ്സിന്റെ അകത്ത് വരേണ്ട പുതുക്കം എന്തുവാ? ഐ ആം ഫ്രം അബവ്. പറഞ്ഞ ഞാൻ ഉയരത്തിൽ നിന്നുള്ളവൻ. ആ ഉയരത്തിൽ നിന്നുള്ളവനെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഈ ഭൗമ പ്രാകൃത മനുഷ്യന്റെ ചരിത്രങ്ങൾ അവിടെ തീരുവ. പിശാച് നിങ്ങളോട് ഇടപെടുന്ന ചരിത്രം നിങ്ങൾക്ക് പരിചയമുള്ള ചരിത്രമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവനെ ജയിക്കാൻ പറ്റാത്തത്. പൂർണ്ണമായ ഒരു കെട്ടുകഥ കൊണ്ട് അവൻ വന്നാൽ നിങ്ങൾ എതിർക്കും. നിങ്ങളുടെ വീട്ടിലുള്ള ഒരു രോഗം അത് നിനക്കും വരാം, നിനക്കുണ്ട്. നോക്കിയ, നിന്റെ അമ്മായിയമ്മയ്ക്ക് ഇതില്ലേ, നിന്റെ അച്ഛന്റെ ഫാമിലിയിൽ ഇതില്ലേ, നിന്റെ മുതുമുത്തച്ഛന്റെ ഫാമിലി ഇതില്ലേ, അതാണ് നീ എന്ന ചിന്ത നിന്നെ അടിച്ചേൽപ്പിച്ച് വിശ്വസിപ്പിക്കും. ദൃശ്യമെന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഹല്ലേലൂയ. അതിനകത്ത് ഈ നടനെ മോഹൻലാല് പറയുന്നത് പൂർണ്ണമായ ഒരു കെട്ടുകഥയല്ല, ഏകദേശം അടുത്ത് നിൽക്കുന്ന ഒരു കഥ താൻ ആവർത്തിച്ചുറപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവിടെ ഉള്ളവരെല്ലാം അത് വിശ്വസിച്ചത്. അതുപോലെ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു കഥയാണ് പിശാച് നിങ്ങൾക്ക് ഉറപ്പിച്ചു തരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ആ കഥയിൽ കുടുങ്ങിപ്പോകരുത്. അതിൻ്റെ പേരാണ് മനസ്സ്
പുതുക്കി രൂപാന്തരം. 100 വയസ്സ് നിർജീവമായി, സംഭവം കഴിഞ്ഞു. എല്ലാം ഒരു കഥ അവൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കഥയ്ക്കകത്ത് നിങ്ങൾ കുടുങ്ങരുത്. പറഞ്ഞ ആ കഥ പ്രാകൃത മനുഷ്യന്റെ കഥയാണ്, പക്ഷെ ഞാനിപ്പോൾ ആത്മമനുഷ്യനാണ്. നല്ല രാമീം പറ. മനസ്സിലായോ എങ്ങനെയാണ് പുതിയ ആളായി മാറുന്നതെന്ന്? മനസ്സ് പുതുക്കിയാൽ മതി, നിങ്ങൾ പുതുതായി. മനസ്സ് പുതുക്കുന്ന മിനിറ്റിൽ നിങ്ങൾ ചാടി എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിക്കും. അല്ലേ? ആ വാക്യത്തിൽ അങ്ങനല്ലേ? ഹല്ലേലൂയ. പ്രാകൃത മനുഷ്യന്റെ ചരിത്രങ്ങൾ എല്ലാം ഒരു കാര്യം വിളിച്ചു പറയുമ്പോഴും വാഗ്ദത്തത്തെ ഓർത്ത് അബ്രഹാം സ്തുതിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങളുടെ നാവിൽ നിങ്ങൾക്ക് കർത്താവിൽ ആനന്ദിക്കാൻ പറ്റുന്നില്ല, സ്തുതിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഓർത്തോ, നിങ്ങളെ അവിശ്വാസം വിഴുങ്ങിക്കളഞ്ഞു. സാഹചര്യം നിങ്ങൾക്കെതിരാണ്, എനിക്കും എതിരാണ്. പക്ഷെങ്കിൽ നിങ്ങളുടെ സ്തുതി നിങ്ങൾ അവസാനിപ്പിക്കരുത്. നിങ്ങളുടെ സ്തുതി നിങ്ങൾ അവസാനിപ്പിക്കരുത്. കാരണം നിങ്ങളുടെ സ്തുതി അവസാനിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ വിശ്വാസം അവിടെ കെട്ടുകഴിഞ്ഞു. ഹല്ലേലൂയ. ആ സ്പോട്ടിൽ നിങ്ങൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്കായിട്ടുള്ള കാൽവെപ്പുകൾ അവസാനിപ്പിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്കായിട്ടുള്ള കാൽവെപ്പുകൾ നിങ്ങൾ അവസാനിപ്പിക്കും. കാരണം നിങ്ങൾ പിശാചിനെ വിശ്വസിച്ച് കഴിഞ്ഞു. ആ ഒരു അവസ്ഥയിലെത്തുകയാണ്. കയ്യുയർത്തി പറഞ്ഞ പിശാചിനെ വിശ്വസിക്കരുത്. പ്രാകൃത മനുഷ്യന്റെ ഫാക്റ്റുകളും വിശ്വസിക്കരുത്. കയ്യുയർത്തി പറഞ്ഞ ഡോക്ടറിനെ വിശ്വസിക്കരുത്. ഞാനൊരു ആത്മമനുഷ്യനാണ്. എൻ്റെ നാട്ടുകാരെ വിശ്വസിക്കരുത്. ഞാനതല്ല, ഞാൻ അവരുടെ ഞാൻ ബാലരാമപുരംകാരനല്ല. നല്ല രാമീ പറ. ഞാൻ സ്വർഗതലത്തിലുള്ളവൻ. ഞാൻ എവിടുത്തുകാരനല്ല. കയ്യുയർത്തി പറ, ഞാൻ ബാലരാമപുരംകാരനല്ല. ഞാൻ ബാലരാമപുരംകാരനല്ല. ഓ ഷെയ്ഡ ലഹിയ റേ ഹെനെ എസെ റീ എല്ലോ ഷസിയ. യോഹന്നാൻ 1:45-46. യോഹന്നാൻ 1:45-46. യോഹന്നാൻ 1:45-46. ഫിലിപ്പോസ് നഥാനിയേലിനെ കണ്ടവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസെഫിന്റെ പുത്രനായ യേശു എന്ന നസ്രേത്തുകാരൻ തന്നെ. യോസെഫിന്റെ പുത്രനായ യേശു എന്ന നസ്രേത്തുകാരൻ. യേശു എന്ന നസ്രേത്തുകാരനല്ലയോ? ഉടനെ നഥാനിയേൽ അവനോട് നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. നസ്രേത്തിൽ നിന്ന് നന്മ വരുമോ? ബാലരാമപുരത്ത് നന്മ വരുമോ? ഫോർട്ടിസ് ഫാമിലിയിൽ നിന്ന് ഒരു നന്മ വരുമോ? എനിക്ക് സംശയമുണ്ട്. നഥാനിയേൽ ചോദിക്കുക, എനിക്ക് സംശയമുണ്ട്. എനിക്ക് സംശയമുണ്ട്. അവിടെ നിന്ന് നന്മയൊന്നും വരാൻ സാധ്യതയില്ല. കാരണം അതിന്റെ ചരിത്രം ഇച്ചിരി മോശമാണ്. ഉടനെ ഫിലിപ്പോസ് പറഞ്ഞു, ഫിലിപ്പോസ് അവനോട് വന്ന് കാണുക എന്ന് പറഞ്ഞു. ഇതായിരിക്കണം നിങ്ങളുടെ ചരിത്രം. വന്ന് കാണുക. ഒരുത്തൻ ചരിത്രത്തെ തിരിച്ചു. സ്റ്റീവൻ നിന്നെ വിളിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഫോർട്ടിസ് ഫാമിലിയുടെ ചരിത്രം തിരിക്കാൻ. ഒന്നീ നീ അത് തിരിക്കും, അല്ലേ നീ അതിലകപ്പെടും.
2 ചരിത്രമേ നിനക്കുള്ളൂ. നീ ആത്മമനുഷ്യനാണെന്ന് നീ തിരിച്ചറിഞ്ഞാൽ ഈ പാരമ്പര്യത്തിലൂടെ വരുന്ന ആയിരക്കണക്കിന് ഡീമൺസിനെ നീ ജയിക്കും. ഇവിടുന്ന് ഒരു നന്മയും വരത്തില്ലെന്ന് വർഷങ്ങൾ കൊണ്ട് എഴുതി ചരിത്രമാക്കി വച്ചിരിക്കുന്ന ടിമോണിക് പരമ്പരകളെ പൊളിക്കാനുള്ള ആത്മശക്തി ദൈവം നിന്നിൽ ഇട്ട് കഴിഞ്ഞു. പക്ഷെ അതിനെ പൊളിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. കൈ ഉയർത്തി പറഞ്ഞ, ഞാൻ ഇത് പൊളിക്കാൻ പോകുകയാണ്. എന്റെ ചരിത്രം ഞാൻ മാറ്റി എഴുതാൻ പോകുന്നു. ഹല്ലേലൂയ. ഫാക്റ്റുകളെ ഞാൻ തിരിക്കാൻ പോകുന്നു. എങ്ങനെ? ആത്മാവിലുള്ള ജീവിതത്തിലൂടെ, ആത്മാവിലുള്ള എൻ്റെ പ്രാർത്ഥനയിലൂടെ. നിങ്ങൾ 1 മണിക്കൂർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ചരിത്രം ഈ ഭൂമിയുടെ ചരിത്രമായിരിക്കത്തില്ല, ബാലരാമപുരത്തിൻ്റെ ചരിത്രമായിരിക്കത്തില്ല, നിങ്ങളുടെ വീടിൻ്റെ ചരിത്രമായിരിക്കത്തില്ല, കുടുംബത്തിൻ്റെ ചരിത്രമായിരിക്കത്തില്ല, നിങ്ങളുടെ നാട്ടുകാരുടെ ചരിത്രമായിരിക്കത്തില്ല. മറ്റൊരു ചരിത്രം ഈ ദേശത്തുണ്ടാകാനാണ് ദൈവം ഞങ്ങളെ ഇവിടെ വിട്ടത്. ഹല്ലേലൂയ പറ, ഹല്ലേലൂയ പറ. പിശാചിന്റെ ലക്ഷ്യം എന്തോന്നറിയോ? അതിനെ റിപ്പീറ്റ് ചെയ്യാൻ നോക്കും. അന്നുണ്ടായ അതേ രോഗം നിങ്ങളുടെ ഫാമിലിയിൽ മുഴുവൻ അടിക്കാൻ അവൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ പൂർവന്മാർക്കുണ്ടായ അതേ വൈമിഷ്യം നിങ്ങളിലേക്കും അത് പകരുക എന്നുള്ളത് അവന്റെ അജണ്ടയാണ്. അത് പിശാചിന്റെ ഓർഡർ അങ്ങനെയാണ്, സിസ്റ്റം അങ്ങനെയാണ്. അവൻ ഒരു ഫാമിലി വിട്ട് അങ്ങനെ കളിക്കത്തില്ല. ഒരു ഫാമിലിയിലുള്ളത് അവിടെ നിലനിർത്താൻ അവൻ ശ്രമം നടത്തും. പക്ഷേ നിന്റെ അകത്ത് ആത്മാവുണ്ടെങ്കിൽ നിനക്കത് പൊളിക്കാം. ഒന്നുകിൽ നീ അതിനെ പൊളിക്കും, അല്ലെങ്കിൽ നീ അതിനോട് താതാത്മ്യം പ്രാപിക്കും, നീ അതിനോട് ഏകീഭവിക്കും. ഒന്നുകിൽ നീ അതിനെ പൊളിക്കും, അല്ലെങ്കിൽ നീ അതിനോട് ഏകീഭവിക്കും. പറഞ്ഞ, ഞാൻ അതിനെ പൊളിക്കാൻ പോകുകയാ. നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുവോ? ഒരുത്തൻ അതിനെ പൊളിച്ചു. ഫിലിപ്പോസ് പറഞ്ഞു, ദാ വന്നു നോക്ക്, വന്നു നോക്ക്, വന്ന് കാണ്. സ്റ്റീവിനെ വന്ന് കണ്ടിട്ട് പറ. ഇത്രേ ഉള്ളു. ആന്റി അത് ഓഫി, ഫോൺ ഓഫി, ഫോൺ ഓഫി, ഫോണ്. സ്റ്റീവിനെ വന്ന് കണ്ടിട്ട് പറ. ഹല്ലേലൂയ. സ്റ്റീവിനെ വന്ന് കണ്ടിട്ട് പറ. ഹല്ലേലൂയ. യേശുവിനെ വന്ന് കാണ്. ചരിത്രം മാറ്റി. ഹല്ലേലൂയ. അവൻ അനേകർക്ക് നന്മ ചെയ്യുന്നവനായി മാറി. എങ്ങനെയാണ് യേശുവിന്റെ ചരിത്രം മാറിയതെന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരാം. അതിന്റെ 10:38 അപ്പോസ്തല ആന്റി ഫോൺ ഓഫ് ചെയ്യണേ. 10:38 വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 10:38 യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാചു ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിക്കൊണ്ടും സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നു. അമ്മച്ചി അത് ആന്റിയുടെ കൊടുക്ക്. അമ്മച്ചി ആന്റിയുടെ കൊടുക്ക്. ആന്റി ഓഫ് ചെയ്ത് തരും. കൊടുക്ക്. വായിക്കേ, ഒന്നുകൂടെ വായിക്കേ. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്ത് പിശാചു ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിക്കൊണ്ടും സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ എങ്ങനെയാണ് ചരിത്രം മാറിയത്? ദൈവം അവനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും നിറച്ചതുകൊണ്ട് അവനിൽ നന്മയുണ്ടായെന്ന് മാത്രമല്ല, അവനിലൂടെ മറ്റുള്ളവർ നന്മ കാണാൻ തുടങ്ങി. ഹല്ലേലൂയ. നിന്നിൽ എന്തിനാണ് പരിശുദ്ധാത്മാവിനെ ശക്തിയെ ദൈവം നിറയ്ക്കുന്നതെന്ന് പറയാമോ? നീയും നന്മയാകണം,
നിന്നിലൂടെ നന്മ എന്ന റലം ഈ ദേശത്തിലേക്ക് വ്യാപരിക്കണം. ഹല്ലേലൂയ. യേശു അവിടെ എല്ലാം സഞ്ചരിച്ച് പിശാച് ബാധിച്ചവരെ എല്ലാം സൗഖ്യമാക്കി, വിടുവിച്ചു. ഹല്ലേലൂയ. പറഞ്ഞേ, ഞാൻ ഇനി അതാകാൻ പോകുകയാണ്. സ്റ്റീവെ ആഗ്രഹിക്കണം. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിലെ ചരിത്രമല്ല നിന്റേത്, നിന്റെ വീട്ടുകാരുടെ പാരമ്പര്യമായിട്ടുള്ള മുതുമുത്തച്ഛന്റെ ചരിത്രമല്ല നിന്റേത്. പക്ഷെ അത് പിടിക്കാൻ ശ്രമമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് അപ്പോസ്റ്റൽ ജാക്സൺ എന്താണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ദിവസം ഞാൻ തീരുമാനമെടുത്തു, എൻ്റെ ചരിത്രം ഞാൻ പൊളിക്കുകയാണ്, പുതിയൊരു ചരിത്രം ഞാൻ എഴുതുകയാണ്. നിങ്ങൾ ഒരു കാര്യം കൂടെ പറയണം, നിങ്ങളുടെ ചർച്ച് മെമ്പേഴ്സിന്റെ ചരിത്രവും കൂടെ നിങ്ങൾ പൊളിക്കണം. ഹല്ലേലൂയ. അവരുമായിട്ട് പോലും നിങ്ങൾ ഏകീഭവിക്കരുത്. കാരണം അവരിൽ പലരും റലമില്ലാത്തവരാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കും, ഞാൻ അതാണല്ലോ. അതാണ്, നിങ്ങൾ കറക്റ്റ് കൂട്ടായ്മയിൽ വന്ന് പെട്ടാലേ നിങ്ങൾ രക്ഷപ്പെടത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ സൺഡേ എടുത്തു, അപ്പോസ്റ്റലന്മാരുടെ കൂടെ അപ്പം നുറുക്കിയും കൂട്ടായ്മ ആചരിച്ചു. അന്നത്തെ സ്റ്റീവിന്റെ കൂട്ടായ്മ ആരുമായിട്ടായിരുന്നു? അപ്പോസ്തലനായ പത്രോസുമായി. അല്ലാതെ തരികട പാസ്റ്ററുമായിട്ടാണോ? കൂട്ടായ്മ എന്നുള്ള അർത്ഥം എന്തുവാ? തീമോഥെയോസ് ആരുടെ കൂടെ നടന്നത്? അപ്പോസ്തലനായ പൗലോസിന്റെ കൂടെ. നമ്മൾ ഇന്ന് ആരുടെ കൂടെ നടക്കുന്നത്? തരികടകളുടെ കൂടെ. പേരെന്തുവാ? പാസ്റ്റർ. പിന്നെ നമ്മൾ തരികട ആകാതിരിക്കൂ? എന്തിനാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് ബാലരാമപുരത്ത് വന്നത്? നിങ്ങൾ കറക്റ്റ് കൂട്ടായ്മയിൽ എത്തണം, ഇല്ലേ നിങ്ങൾ തരികിടയാകും. ഹല്ലേലൂയ. കൊരിന്ത് സഭയിൽ ഒരു വിശ്വാസി തെറ്റിപ്പോയപ്പോഴത്തേക്കും അവനെ ജഡസംഹാരത്തിന് ഏൽപ്പിക്കുകയാണ് പൗലോസ്. കാരണം എല്ലാം പുളിച്ച മാവാകും എന്നാ പറയുന്നത്. അല്പം പുളിച്ച മാവ് മതി, അത് എല്ലാത്തിനെയും പുളിപ്പിക്കും. അതുകൊണ്ട് അവനെ ജഡസംഹാരത്തിന് ഏൽപ്പിക്കുക. ക്ഷമയുണ്ട്, അതെല്ലാം ഒരു സൈഡ്. പക്ഷെ മറ്റൊരു സൈഡ്, ഞങ്ങൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ചർച്ചയിൽ നിന്ന് ഒരാളെ അങ്ങ് പുറത്താക്കി. ഒരു ഫാമിലിയെ ഇൻഡയറക്ട്ലി ഞാൻ പറഞ്ഞു, നടക്കത്തില്ല, പരിപാടി പാളും. കാരണം അവരെവിടെ ഇരുന്നാൽ ബാക്കി എല്ലാവരും ആ സ്വഭാവത്തിലേക്ക് വരും. നിങ്ങളെ തകർത്ത് അടുത്ത മേജർ ഫാക്ടർ നിങ്ങളുടെ സഭയാണ്. നിങ്ങളുടെ വീട്ടുകാര് അതിന്റെ ചരിത്രം കയറി വന്നു, അയൽവക്കക്കാര് അതിന്റെ കുറച്ച് ചരിത്രം നിങ്ങളിൽ കയറി വന്നു. 3, ഏറ്റവും അപകടം ചെയ്തത് നിങ്ങളുടെ സഭ എന്ന് പറയുന്ന സംഭവത്തിലെ ആമേൻ തരികിടകളെല്ലാം നിങ്ങളിൽ കയറി വന്നു. ഇത് 3ഉം അവസാനിച്ചാൽ നിങ്ങളുടെ ചരിത്രം പുതിയതാണ്. മനസ്സിലായോ? പറഞ്ഞു, എന്റെ ചരിത്രം ഞാൻ പുതുതാക്കാൻ പോകുകയാണ്. എങ്ങനെ പുതുതാകണ്ടേ? ചിലതുമായിട്ട് ഡിസ്കണക്ട് ചെയ്യണം. ചിലതുമായിട്ട് നീ ഡിസ്കണക്ട് ചെയ്തിട്ട് പറയണം, ഞാൻ അതല്ല. ഞാൻ അപ്പോസ്റ്റൽ ജാക്സൺ പറഞ്ഞതുപോലത്തെ ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. ഈ പൗലോസ് പറഞ്ഞ പോലൊക്കെ ധൈര്യം ഉണ്ടാകണം. നിങ്ങൾ എന്നെ അനുകരിപ്പി. ഈ ധൈര്യമില്ലാത്ത ഒരു പാസ്റ്ററിനെ നിങ്ങൾ അനുകരിക്കരുത്. മനസ്സിലായോ? മിനിമം പറയണം, നിങ്ങൾ എൻ്റെ പുറകെ വാ. എനിക്ക് ഇനിയും കുറച്ചുകൂടെ പഠിക്കാനുണ്ട്, പക്ഷെ ഒരു മിനിമം ധൈര്യം വേണം. നിങ്ങൾ എൻ്റെ പുറകെ വാ. എന്നെ, യേശു എന്തോ പറഞ്ഞേ? എന്നെ അനുഗമിപ്പി. മോശയെ അനുഗമിക്കാനല്ല, ഏലിയാവിനെ ഞാൻ അനുഗമിച്ചുകൊണ്ടിരിക്കുക, അതല്ല, എന്നെ. 1 കൊരിന്ത്യർ 11:1 പൗലോസ് പറഞ്ഞു, എന്നെ അനുകരിപ്പി. ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നു. ഇതില്ലാത്ത ധാരാളം തരികിടകളുണ്ട്. ആ ചരിത്രത്തിലേക്ക് നിങ്ങൾ പോകരുത്. കൈയുയർത്തി പറഞ്ഞേ, ഞാൻ അങ്ങനെ പോകത്തില്ല. ആ ചരിത്രങ്ങളുമായി ഞാൻ ഇന്ന് എന്നെ ബന്ധം മുറിക്കുകയാണ്. അവരുമായിട്ട് സ്നേഹബന്ധമൊക്കെ നല്ലതാ, പക്ഷെ അവരുമായിട്ട് കൂട്ടായ്മ ഇല്ല. അവരുമായിട്ട് എന്തോ ഇല്ല, കൂട്ടായ്മ പാടില്ല. അവര് പറയുന്ന ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ കളയണം. മനസ്സിലായോ? അത് പാസ്റ്ററായാലും വിശ്വാസികളായാലും. ഞങ്ങൾ പണ്ട് പൊക്കൊണ്ടിരുന്ന ചർച്ചയിൽ ഞാൻ അമ്മയോട് പറയുന്നത്,
അമ്മ ഒരു വിശ്വാസിയോട് സംസാരിക്കാതെ ഇറങ്ങിയാൽ അത്രയും നല്ലത്. കാരണം അവർ നിന്നാൽ അവർ കുറ്റമേ പറയത്തുള്ളൂ ആരുടെയെങ്കിലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കൂട്ടായ്മയിൽ നീ ആയാൽ നീ അവരെ പോലാകും. കാരണം നീ ചിന്തിക്കുന്നു അത് സഭയല്ലേ, ദൈവം തന്നതല്ലേ, ദൈവം എന്നെ ഇവിടെ നട്ടതല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിടത്ത് നട്ടിട്ട് വളരുന്നില്ലെങ്കിൽ നമുക്കതിനെ പറിച്ച് വേറൊരിടത്ത് നടാൻ ദൈവം അവകാശം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചേ. 1 യോഹന്നാൻ പറയുക, ഞങ്ങളുടെ കൂട്ടായ്മ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടാ. നിങ്ങളുടെ കൂട്ടായ്മ ഞങ്ങളുമായിട്ടാ. വായിച്ചിട്ടുണ്ടോ അത്? 1 യോഹന്നാൻ ഒന്ന് എടുത്തേ. 1 യോഹന്നാന്റെ ലേഖനം ഒന്ന് എടുത്തേ. 1 യോഹന്നാൻ 1:3. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1:3, 4. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോട് അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. പിതാവിനോടും പുത്രനോടുമായ കൂട്ടായ്മ ഉള്ളവരോടെ നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകാവൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഈ ശുശ്രൂഷയുടെ കൂട്ടായ്മയ്ക്കകത്ത് നിന്നാൽ നിങ്ങൾ ഫലമുള്ളവരാകും. ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഈ ശുശ്രൂഷയുടെ ഈ കൂട്ടായ്മയ്ക്കകത്ത് നിന്നാൽ നിങ്ങൾ ഫലമുള്ളവരായി മാറും. എന്നാൽ ദൈവവുമായി കൂട്ടായ്മ ഇല്ലാത്തവരുമായി നിങ്ങൾ കൂട്ടായ്മ ചെയ്താൽ നിങ്ങളുടെ ഫലവും നഷ്ടപ്പെടും. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതുകൊണ്ട് ഇന്ന് ദൈവം നിങ്ങളെ ഈ കൂട്ടായ്മയിൽ നട്ടത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇവിടെ നിന്ന് നിങ്ങൾ തഴച്ചു വളരാൻ വേണ്ടിയാണ്. കൈ ഉയർത്തി പറ, ഞാൻ തഴച്ചു വളരാൻ പോകുകയാണ്. ഈ ബാലരാമപുരത്തിന് ഒരു പ്രകാശമായി തീരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളിലൂടെ ദൈവം അത് ചെയ്യാൻ പോകുന്നു. നിങ്ങളിലൂടെ ദൈവം അത് ചെയ്യാൻ പോകുന്നു. നിങ്ങളിലൂടെ ദൈവം അത് ചെയ്യാൻ പോകുന്നു. എൻ്റെ പിതാവ് നല്ല തോട്ടക്കാരനാണ്, നിങ്ങൾ എന്നിൽ വസിപ്പീൻ. ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ അപ്പോസ്റ്റൽ ജാക്സണിൽ വസിപ്പീൻ. ഹല്ലേലൂയ. അപ്പോസ്റ്റൽ ജാക്സൺ എവിടെ വസിക്കുന്നു? ക്രിസ്തുവിൽ. ശരിയാ, നിങ്ങൾ ക്രിസ്തുവിലാ വസിക്കേണ്ടത്. പക്ഷെ നിങ്ങൾ, പൗലോസ് പറയുന്നത്, നിങ്ങൾ എന്നെയും കൂടെ അനുകരിപ്പിക്കണം. യോഹന്നാൻ പറയുന്നു, നിങ്ങൾക്ക് ഞാനുമായിട്ട് കൂട്ടായ്മ വേണം. മഴയാണോ? കാറ്റാണോ? ഹല്ലേലൂയ. നിങ്ങൾ ഞാനുമായിട്ടും കൂടെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ അധികം ഫലം കായ്ക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഫലം കായ്ക്കണമെങ്കിൽ, ഞാൻ ഇച്ചിരി എനിക്കെന്തോ അങ്ങനെ പറയണം, നിങ്ങൾ ഞാൻ ജാക്സൺ പറയുന്ന വചനത്തിലും കൂടെ നിൽക്കണം. ഇതിൽ നിന്ന് നിങ്ങളെ തഴച്ചു വളരും. കാരണം നല്ല തോട്ടക്കാരൻ നിങ്ങളെ വെട്ടിച്ചെത്തി മിനുക്കി പ്രൂൺ ചെയ്ത് വൻ വൃക്ഷമാക്കി മാറ്റും. ഹല്ലേലൂയ. പറഞ്ഞേ, ഞാൻ വളരാൻ പോകുന്നു. ഹല്ലേലൂയ. നല്ല തോട്ടക്കാരൻ എന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്നുണ്ടോ അത്? നല്ല തോട്ടക്കാരൻ എന്നെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇതൊന്ന് വിശ്വസിച്ചേ, ഇതൊന്ന് വിശ്വസിച്ചേ, ഇതൊന്ന് വിശ്വസിച്ചേ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഈ ഫാക്റ്റുകളെല്ലാം മറന്നിട്ട് നിങ്ങളൊരു ആത്മമനുഷ്യനായി മാറുക. ഹല്ലേലൂയ. ദൈവം നിങ്ങളെക്കുറിച്ച് കണ്ട ആ രൂപത്തിലേക്ക് നിങ്ങൾ വരാൻ പോകും. കയറി പറഞ്ഞ്, ഞാനതായി മാറട്ടെ, ഞാനതായി മാറട്ടെ. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഹോളി
Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. Hallelujah. Ora shehida. Lehi rama zataya rabakatuzia. Loho rama sete riba lage rima shehida. Remila sete frehenmiantos. Meru seb. Mekrolb maraz maralt mezerg. Nu pravtiche. Logrumas gete vrakaltasa. Krigeltas kras kras bas brasbondasa. Biblaravas veniantras bikalvroshazia. Merifala sigral miniantasia. Meru balatra bigalkos. Klumara kalkraska tu vi la si rahi. Azi rahi la shehida. ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച പിതാവേ, പിതാവേ, അങ്ങ് എനിക്കായി ഒരുക്കിയത് എൻ്റെ കൈകളിൽ വന്നു ചേരട്ടെ. ഞാൻ അങ്ങിലും അങ്ങ് എന്നിലുമായി തീരട്ടെ. നിങ്ങളും പിതാവുമായിട്ടൊന്ന് സംസാരിച്ച്, നിങ്ങളും പിതാവുമായിട്ടൊന്ന് സംസാരിച്ച്. ഓറ ഖാല സേറ്റ യേറ മെക്കി ലൂറ ഹസ്തി മെസീറ മലീട്ര മഗാറ്റ കകൂല കക്രാമ കസി കെറില ലഹീറ മഷീഡ റഹീല സാറ്റ. എല്ലാ ഇരുളിൻ്റെ ശക്തികളും നിങ്ങളെ വിട്ടുമാറുകയാണ്. ഹല്ലേലൂയ. ഇന്നു മുതൽ നിങ്ങൾ ശാപത്തിലല്ല, നിങ്ങൾ അനുഗ്രഹത്തിലാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, I command every demonic power to leave the body. Every demonic power leave the body. Hallelujah. Oh ramazete lebriantasia krohola shesia. In the name of Jesus, 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 I release the power. I release the power. I release the power in the name of Oh, thank you, Jesus. Hallelujah. Thank you, Jesus. Hallelujah. നന്ദി യേശുവേ, നന്ദി യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഈ ശുശ്രൂഷയിൽ കടന്നു വന്ന ഓരോ വ്യക്തിയും അടുത്തൊരു ആത്മതലത്തിലേക്ക്, അടുത്തൊരു തലത്തിലേക്ക്, അവരുടെ പ്രാകൃത തലങ്ങൾ വിട്ട് ആത്മീയ തലങ്ങളിലേക്ക് പോകുവാൻ, അവരുടെ നാച്ചുറൽ ഫാക്ട്സ് വിട്ട് അവരുടെ ആത്മീക സത്യങ്ങളിലേക്ക് പോകുവാൻ ഇന്ന് അവർക്ക് കൃപ കൊടുക്കണമേ. പ്രാർത്ഥിച്ച് 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 എനിക്കതിനുള്ള കൃപ ലഭിക്കണമേ. ഞാൻ കണ്ണിന് കാണുന്നതല്ല, ഞാൻ കാണാത്ത മണ്ഡലത്തിലാണ്. ഞാനൊരു ആത്മാവാണ്. ആത്മാവിൽ ഞാൻ ആരാണോ അതാണ് ഞാൻ. ആത്മാവിൽ ഞാൻ ആരാണോ അതാണ് ഞാൻ. ആത്മാവിൽ ഞാൻ ആരാണോ അതാണ് ഞാൻ. വിളിച്ചു പറ, വിളിച്ചു പറ, വിളിച്ചു പറ. ആത്മാവിൽ ഞാൻ ആരാണോ അതാണ് ഞാൻ. ആത്മാവിൽ ഞാൻ ആരാണോ അതാണ് ഞാൻ. ഒന്നുകൂടെ പറ, ആത്മാവിൽ ഞാൻ ആരാണോ അതാണ് ഞാൻ. ആത്മാവിൽ ഞാൻ ആരാണോ അതാണ് ഞാൻ. കൈയുയർത്തി പറ, ഞാനൊരു തോൽവിയല്ല, ഞാൻ പ്രാകൃത മനുഷ്യനല്ല, ഞാനൊരു തോൽവിയല്ല, ഞാൻ ദരിദ്രനല്ല, ഞാൻ സമ്പന്നനാണ്. എന്നിൽ മരണമില്ല, എന്നിൽ ജീവനുണ്ട്. ഞാൻ ദൈവപുത്രനും പുത്രിയുമാണ്. I am the son of God. Hallelujah. ഞാൻ അതിൽ ഉറയ്ക്കുന്നു. ഞാൻ തഴച്ചു വളരാൻ പോകുന്നു. ഈ കൂട്ടായ്മയ്ക്കുള്ളിൽ നിങ്ങളായിരിക്കുമ്പോൾ ഈ കൂട്ടായ്മയുടെ ഗ്രേസിനെ ഞാൻ നിങ്ങളിലേക്ക് റിലീസ് ചെയ്യാൻ പോകുകയാണ്. ഇൻ ദ കൗണ്ട് ഓഫ് 3, 2, 1 റിസീവ് ദ ഗ്രേസ്. ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളും എന്ന് പറയുന്നത് പോലെ ഈ മുന്തിരിവള്ളിയിൽ നിന്നുള്ള ന്യൂട്രിയൻസ് ഇപ്പോൾ നിങ്ങളിലേക്ക് ചലിക്കട്ടെ. സ്വീകരിക്കുക. ആമേൻ എന്ന് പറ.
നിങ്ങളുടെ ശരീരം, മനസ്സ്, ആത്മാവ് ഇപ്പോൾ പുതുതാകട്ടെ. ഞാനത് കാണുന്നു, ഞാനത് ഉറയ്ക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു. നിങ്ങൾ ഷൈൻ ചെയ്യാൻ പോകുന്നു. നക്ഷത്രങ്ങളെ പോലെ, സൂര്യനെ പോലെ നിങ്ങൾ ഷൈൻ ചെയ്യും. സേ ആമേൻ. Ora halbi nata zere akatazia. I release the power. I release the glory. I release the energy. I release the nutrients. I release the supply. Say amen. Oh, hallelujah. Hora shehida remia zoterima zereal bras meraseteri class glofralise luras bete rehilase lehiramasho. പരിശുദ്ധാത്മാവേ, ഇവരെ പുതുതാക്കിയതിനായി നന്ദി പറയുന്നു. ഇന്ന് കേട്ട വചനങ്ങൾക്കായി നന്ദി പറയുന്നു. ഇന്ന് തുറന്ന ആത്മതലങ്ങൾക്കായി നന്ദി പറയുന്നു. തിരുകരത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രിയപ്പെട്ടവരെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.